गुरवे नमः। चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा माह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथां तां सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छकल्पतरूपस्य कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्त वृंदा। हरे कृष्णा 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. നമ്മൾ ബ്രഹ്മാണ്ടത്തിൻ്റെ ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരുന്നത്. ഷെയർ ചെയ്യാം. ഭഗവാന്റെ വിവിധ തരത്തിലുള്ള എനർജീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. ഇതിൽ ഓർമ്മയുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഡിസ്കഷൻസിൽ ഭഗവാന്റെ മൂന്ന് തരത്തിലുള്ള ഡിസ്ക്രിപ്ഷനെ കുറിച്ച്, മൂന്ന് തരത്തിലുള്ള എക്സ്പാൻഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് സ്വയം രൂപം, അതായത് ഭഗവാൻ സ്വയം രൂപനായിട്ടുള്ള കൃഷ്ണൻ, സാക്ഷാൽ ശ്രീ കൃഷ്ണൻ. ഭഗവാന്റെ എക്സ്പാൻഷനായിട്ടുള്ള തദേകാത്മരൂപവും ആവേശരൂപവും. തദേകാത്മരൂപത്തെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, വിലാസരൂപവും സ്വാംശരൂപവും. ഇനി വേറെ ഇതിൽ വരാത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വിലാസ രൂപം. ഓക്കെ, സ്റ്റാർട്ട് മൈ വീഡിയോ. ഓക്കെ, എൻ്റെ വീഡിയോ. ഓക്കെ, എല്ലാവരും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഹരേ കൃഷ്ണ. ഓക്കെ, ശരി. അപ്പോൾ വിലാസരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ എന്താ പറയണേ, സ്പിരിച്വൽ സ്കൈയിലുള്ള ഭഗവാന്റെ തന്നെ അംശത്തിൽ നിന്ന് വരുന്ന ഒറിജിനൽ ഫോം. അതായത് എന്താ പറയണേ, ഡിഫറെൻറ്റ് പാസ്റ്റ് ടൈംസിനും വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഫോംസ് വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഒറിജിനൽ. അതായത് ഭഗവാന്റെ രണ്ട് കൈയുള്ള രൂപത്തിൽ നിന്നും ഭിന്നമായിട്ട് ലീലകൾക്ക് വേണ്ടിയിട്ട് പല ഫോംസ് എടുക്കുന്നതാണ് വിലാസരൂപം. സ്വാംശരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ അംശമാണ്, പക്ഷേ വിലാസത്തെക്കാട്ടിലും കുറച്ച് സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ ശക്തികളെ പ്രകടിപ്പിക്കുന്നുള്ളൂ. ആവേശരൂപം എന്ന് പറഞ്ഞാൽ ശക്താവേശം, ഭക്താവേശം, അങ്ങനെ ഉള്ള ആവേശം ഒരു പാർട്ട് മാത്രം ഭഗവാൻ കൊടുക്കുന്നതാണ് ആവേശരൂപം. ഇതിനെക്കുറിച്ച് നമ്മൾ ഓക്കെ, ഇതിൽ നമ്മൾ ഇവിടെ കണ്ടു. നമുക്ക് തദേകാത്മരൂപത്തിനെ ഇനി പ്രകാശരൂപം എന്നുണ്ട്. പ്രകാശരൂപം വേറൊരു എക്സ്പ്ലനേഷനാണ്, വേറൊരു കാറ്റഗറിയാണ്. എപ്പോഴാണ് വരുന്നത് പ്രകാശരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പല എണ്ണാൻ പറ്റാത്ത രീതിയിൽ ഒരേ ക്വാളിറ്റി പക്ഷേ ഡിഫറെൻറ്റ് ഇമോഷൻസിൽ വരുമ്പം ഉള്ള ഫോംസിനെയാണ് പ്രകാശ ഫോം എന്ന് പറയുന്നത്. അത് തദേകാത്മരൂപം, ആവേശരൂപം, സ്വയം രൂപം അതിൽ കൂട്ടിയിട്ടില്ല. അത് വേറൊരു ക്ലാസിഫിക്കേഷനാണ്. ഉദാഹരണത്തിനിവിടെ സ്വയം രൂപനായിട്ടുള്ള കൃഷ്ണനുണ്ട്. സ്വയം പ്രകാശമായിട്ടുള്ളത് ഭഗവാന്റെ സ്വയം പ്രകാശരൂപം എന്ന് പറയുമ്പോഴത്തേക്ക് ഭഗവാന്റെ തന്നെ എന്താ പറയുക, ഇമ്മീഡിയറ്റ് എക്സ്പാൻഷനായിട്ടുള്ള ശ്രീ ബൽറാമനാവുന്നു. ഇനി പ്രാഭവ പ്രകാശവും വൈഭവ പ്രകാശവും ഇതിലുള്ള ഡിഫറൻസ് പറയുമ്പം പ്രാഭവം എന്ന് പറയുമ്പം ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ വരും, വൈഭവം എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടിലും കുറച്ചും കൂടി കുറഞ്ഞ ക്വാളിഫിക്കേഷൻ വരും. അത് പ്രാഭവ പ്രകാശം എന്ന് പറയുമ്പോഴത്തേക്ക് രാസലീലയിലും ഭഗവാന്റെ തന്നെ 16,000 കല്യാണം കഴിക്കുന്നതിനുള്ള എക്സ്പാൻഷൻസ് വരും പ്രാഭവ പ്രകാശം. വൈഭവ പ്രകാശത്തിൽ ബൽറാമനും വാസുദേവ ശ്രീകൃഷ്ണനുമാണ് വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോവാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് സ്വാംശത്തിൽ നിന്നും വരുന്നതാണ് പുരുഷാവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, മന്വന്തരാവതാരങ്ങൾ. ഇതെല്ലാം
വിലാസത്തിനെ നമുക്ക് പിന്നെയും പ്രാഭവ വിലാസം എന്നും വൈഭവ വിലാസം എന്നും ഡിഫൈൻ ചെയ്യാം. വിലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫ്രം ഒറിജിനൽ ഫോം, പക്ഷേ അതായത് ഒറിജിനൽ ഫോമിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഭഗവാന്റെ ലീലയ്ക്ക് വേണ്ടി എടുക്കുന്ന ഫോംസ് ആണ്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ചതുർവ്യൂഹ എക്സ്പാൻഷൻസ് ആണ്, കൃഷ്ണൻ്റെ ചതുർവ്യൂഹ എക്സ്പാൻഷൻ. അതിൽ നിന്നും അതിലാണ് വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്ന, അനിരുദ്ധൻ ഉള്ളത്. ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്. അതിലെ സംഘർഷനിൽ നിന്നും നാരായണൻ വരുന്നു. നാരായണനിൽ നിന്നും രണ്ടാമത്തെ ചതുർവ്യൂഹം എക്സ്പാൻഷൻ വാസുദേവ, സംഘർഷൻ, പ്രദ്യുമ്ന വരുന്നു. അതിലെ സംഘർഷനിൽ നിന്നും ആണ് കാരണദോഷായ വിഷ്ണുവും, അതായത് മഹാവിഷ്ണുവും, അതേ മഹാസംഘർഷനിൽ നിന്നാണ് സദാശിവനും വരുന്നത്. പ്രദ്യുമ്നൻ ഗർഭോദശായ വിഷ്ണുവും അനിരുദ്ധൻ ക്ഷീരോദശായ വിഷ്ണു ആവുന്നു. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ പടത്തിൽ കണ്ടതാണ്. പിന്നെ കണ്ടത് നമ്മൾ ആവേശരൂപത്തിന് ഭക്താവേശമുണ്ട്, ശക്താവേശമുണ്ട്, വിഭൂതി. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. പിന്നെ ഡിസ്കസ് ചെയ്തത് ഭഗവാന്റെ എനർജീസ്, പലതരത്തിലുള്ള എനർജീസ്, അതിനെ പല രീതി ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് പര, അപര എന്ന് പറഞ്ഞിട്ടുണ്ട്. പര എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ, അപര എന്ന് വെച്ചാൽ മെറ്റീരിയൽ. അപര എന്ന് പറയുന്നത് താഴ്ന്നതും, സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ മേലെ ഉള്ളതും. ഇതിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്ന 3 രീതിയിലാണ്: അന്തരംഗശക്തി, ബഹിരംഗശക്തി, തടസ്ഥശക്തി. അന്തരംഗശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്പിരിച്വൽ വേൾഡ് നിയന്ത്രിക്കുന്നതും, ബഹിരംഗശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭൗതിക ലോകവും നിയന്ത്രണവും, തടസ്സശക്തി എന്ന് പറഞ്ഞാൽ ജീവാത്മാക്കളുമാണ്. ഇതിൽ തന്നെ നമ്മൾ ആദ്യമേ ലീലയിൽ കണ്ടപോലെ സച്ചിദാനന്ദ വിഗ്രഹം ആണ് ഭഗവാൻ. ഭഗവാന്റെ പല എൻറ്റിറ്റീസ്, പല എനർജീസിൽ സത് എന്ന് പറയുന്നത് ബലരാമനും, അതായത് സന്ധിനി ശക്തിയാണെന്നും, ചിത്ത് എന്ന് പറഞ്ഞാൽ സംവിത് ശക്തി, അറിവ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണെന്നും, ഹ്ലാദിനി എന്ന് പറഞ്ഞാൽ രാധാറാണി, ശ്രീമതി രാധാറാണിയാണ് ആനന്ദശക്തി എന്നുള്ളതും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഓക്കെ, ഇത് തന്നെ ഒന്നുകൂടെയും വേറൊരു ഇതിൽ നമുക്ക് കാണാം. സ്വയം പ്രകാശം, പ്രാഭവ പ്രകാശമുണ്ട്, വൈഭവ പ്രകാശമുണ്ട്. ഇനി തഥേകാത്മ രൂപത്തിലെ വിലാസരൂപത്തിന് പ്രാഭവിലാസം എന്ന് പറഞ്ഞ് ഫസ്റ്റ് ചതുർവ്യൂഹം വരുന്നുണ്ട്, കൃഷ്ണൻ്റെ ചതുർവ്യൂഹം. അത് കഴിഞ്ഞിട്ട് വൈഭവവിലാസത്തിലാണ് നാരായണനും രണ്ടാമത് ദ്വിതീയ ചതുർവ്യൂഹം, അല്ലെങ്കിൽ രണ്ടാമത്തെ ചതുർവ്യൂഹം, എന്നെ വിഷ്ണു ചതുർവ്യൂഹം എന്ന് പറയും. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 4 പേരാണുള്ളത്: വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്ന, അനിരുദ്ധൻ. ഈ വാസുദേവൻ്റെ രണ്ടാമത്തെ ചതുർവ്യൂഹത്തിലെ വാസുദേവൻ്റെ ഭഗവാന്റെ കയ്യിലുള്ള 4 കയ്യിലുള്ള ശംഖ്, ചക്ര, ഗദാ, പത്മം, അതിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച്, അതായത് ശംഖ്, ചക്രം, ഗദാപത്മം, ലെഫ്റ്റ് ഹാൻഡിൻ്റെ ടോപ്പ്, ലെഫ്റ്റ് ഹാൻഡ് ഡൗണ്, റൈറ്റ് ഹാൻഡ് ഡൗണ്, റൈറ്റ് ഹാൻഡ് അപ്പ്, ഇങ്ങനെ ഒരു സർക്കിളിലാണ് വരുന്നത്. അതിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് വാസുദേവൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻസ് ആണ് കേശവൻ, നാരായണൻ, മാധവൻ. പിന്നെ സംഘർഷൻ്റെ എക്സ്പാൻഷൻസ് പറയുന്നത് ഗോവിന്ദൻ, വഷ്ണു, മധുസൂദനൻ. പ്രദ്യുമ്നൻ്റെ വരുന്നതാണ് ത്രിവിക്രമൻ, വാമനൻ, ശ്രീധര. അനിരുദ്ധൻ്റെയാണ് ഋഷികേശ, പത്മനാഭ, ദാമോദര. വാസുദേവൻ്റെ 2 എക്സ്പാൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം വരുന്നതാണ് അധോക്ഷജനും പുരുഷോത്തമനും. സംഘർഷൻ്റെയാണ് വരുന്നത് ഉപേന്ദ്രനും അച്യുതനും. പ്രദ്യുമ്നൻ്റെ വരുന്നത് നരസിംഹൻ, ജനാർദ്ദനൻ. അനിരുദ്ധൻ്റെ വരുന്ന ഹരി, കൃഷ്ണ. ഇത് ഇപ്പം പറയുമ്പം എല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണെന്ന്, പഠിക്കണമെന്നൊക്കെ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കൃഷ്ണൻ ആരാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കാനാണ്. കാരണം ഇനി വരുന്ന ടോപ്പിക്സ് നമ്മൾ ബ്രഹ്മാണ്ടത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മാണ്ടത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനാൽ സാധ്യമല്ലാത്ത ഒരു ടോപ്പിക്കാണ്. അതും ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന പല സംഗതികളും നമ്മുടെ യുക്തിക്ക് തന്നെ നിരക്കാത്തതാണ്. അപ്പം നമുക്ക് യുക്തിക്ക് നിരക്കാത്തയാകുമ്പോഴത്തേക്ക് പല രീതിയിലും ലോജിക്ക് കൊണ്ട് ആൾക്കാർ വരും. അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് കൃഷ്ണൻ്റെ കാര്യം തന്നെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. പിന്നെ കൃഷ്ണൻ്റെ തന്നെ നമുക്ക് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ തല ഇറങ്ങുക ചെയ്യുന്നത്. പിന്നെ കൃഷ്ണൻ്റെ ക്രിയേഷനെ കുറിച്ച് പറയാനുണ്ട്. അപ്പം ഇവിടെ ഈ കൃഷ്ണൻ്റെ ചതുർവ്യൂഹ എക്സ്പാൻഷൻസിൻ്റെ പെർമിറ്റേഷൻ കോമ്പിനേഷനിൽ 12 രൂപങ്ങളാണുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ രണ്ടാമത് വേറൊരു സ്ലൈഡിൽ കാണിക്കും. അപ്പം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം.
പിന്നെ പുരുഷാവതാരങ്ങളെ സ്വാംശത്തിൽ നിന്നും ആണ് പുരുഷാവതാരങ്ങളെല്ലാം. കാരണോദശായി, ശിരോദശായി വിഷ്ണു, ഗർഭോദശായി വിഷ്ണു, ഈ 3 തന്നെയാണ് പുരുഷാവതാരങ്ങളുള്ളത്. ആവേശരൂപങ്ങളിൽ ലീലാവതാരങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 25 ലീലാവതാരങ്ങളാണ് ഭാഗവതത്തിൽ പറഞ്ഞേക്കുന്നത്. 10 ലീലാവതാരങ്ങളാണ് സാധാരണ ആൾക്കാർക്ക് അറിയാവുന്നത്. പക്ഷേ ഈ സ്ക്രീനിൽ കാണുന്ന 25 ലീലാവതാരങ്ങൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഗുണാവതാരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 3 ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. ഇനി യുഗാവതാരം ഓരോ യുഗത്തിനുള്ള അവതാരങ്ങളാണ്. അതും ഇവിടെ എഴുതിയിട്ടുണ്ട്. സത്യയുഗത്തിന് ശുക്ലം, വെള്ള നിറത്തിലാണ്. ത്രേതായുഗത്തിൽ രക്തം, റെഡ് നിറത്തിൽ. ദ്വാപര യുഗത്തിൽ ശ്യാമമാണ്, ഡാർക്ക് ബ്ലൂ. കലിയുഗത്തിൽ കൃഷ്ണവർണ്ണം. പക്ഷേ ചൈതന്യ മഹാപ്രഭു വരുന്ന കലിയുഗത്തിൽ കലിയുഗത്തിൽ മാത്രം കലിയുഗത്തിലെ യുഗാവതാരത്തിൻ്റെ നിറം യെല്ലോ ആയിരിക്കും. അടുത്തത് മന്വന്തര അവതാരങ്ങളാണ്. മന്വന്തര അവതാരങ്ങളെക്കുറിച്ച്, മന്വന്തര എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു ബ്രഹ്മാവിൻ്റെ ദിവസത്തിന്, അല്ലെങ്കിൽ താഴെ നിന്ന് പോവുകയാണെങ്കിൽ കലിയുഗത്തിൽ 4,32,000 ഇയേഴ്സ് ഉണ്ട്. അതിൻ്റെ ഡബിളുണ്ട് ദ്വാപരയുഗത്തിൽ, അതിൻ്റെ ഡബിളുണ്ട് ത്രേതായുഗത്തിൽ, അതിൻ്റെ ഡബിളുണ്ട് സത്യയുഗത്തിൽ, സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗത്തിൽ. അപ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പം 1+2+3+4 എന്നുള്ള രീതി വരും. അങ്ങനെ നമ്മൾ ഡബിൾ അല്ല, 3 ടൈംസ്, 1 ടൈംസ്, 2 ടൈംസ്, 3 ടൈംസ്, 4 ടൈംസ് അങ്ങനെ വരും. അപ്പോൾ അത് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ടൈംസ് 4,32,000 ഇയേഴ്സ് ആണ് ഒരു ചതുർയുഗം അല്ലെങ്കിൽ ഒരു മഹായുഗം. അതുപോലെയുള്ള 71 ചതുർയുഗങ്ങൾ ചെയ്യുമ്പം ഒരു മന്വന്തരമാകുന്നു. 14 മന്വന്തരങ്ങൾ ബ്രഹ്മാവിൻ്റെ ഒരു 12 hour ഡേ ടൈമിലുണ്ട്. ഈ 14 മന്വന്തരം എന്ന് പറഞ്ഞാൽ 1000 ചതുർയുഗങ്ങളാണ്. ഇത് തന്നെ, ഇത്രയും തന്നെ രാത്രിയുമുണ്ട്. അപ്പോൾ ഈ 14 മന്വന്തരം, ബ്രഹ്മാവിൻ്റെ ദിവസത്തിൽ വരുന്ന 14 മന്വന്തരങ്ങൾ വരുന്ന 14 അവതാരങ്ങളാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അതിനെ മന്വന്തര അവതാരങ്ങൾ എന്ന് പറയും. പിന്നെ ശക്താവേശ അവതാരം. ശക്താവേശ അവതാരത്തിലാണ് ഭഗവത് ആവേശ അവതാരത്തിൽ കപിലദേവനും ഋഷഭദേവൻ. ഇതാണ് ഭഗവന്റെ, സാക്ഷാത് ഭഗവാന്റെ ആവേശം ആണുള്ളത്. വിഭൂതിയിൽ വരുമ്പോഴാണ് ശേഷനാഗം. ഇത് നമ്മൾ സാധാരണ ശേഷനാഗം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം കേട്ടിട്ടുണ്ട്, ബ്രഹ്മാണ്ടത്തെ ധരിച്ചിരിക്കുന്ന ശേഷനാഗമാണ്. ആ ബ്രഹ്മാണ്ടത്തെ ധരിച്ചിരിക്കുന്ന ശേഷനാഗം എന്ന് പറയുന്നത് ഒരു ജീവാത്മാവും ഭഗവാന്റെ വിഭൂതിയാണ്, അതായത് ശേഷനാഗം. ഈ ശക്താവേശമാതാണ്. അനന്തദേവൻ, തിരിഞ്ഞുപോയി. ശേഷനാഗം, ശരിക്കുള്ള ശേഷനാഗം ഭഗവാൻ ധരിക്കുകയും അനന്തദേവനാണ് നമ്മുടെ ഭൂധാരണ ശക്തിയുള്ളത്. അത് എൻ്റെ മിസ്റ്റേക്കാണ്. അനന്തദേവനാണ് ഭൂമിയെ ധരിക്കുന്നത്. അത് പുള്ളിക്കാരൻ്റെ പേര് അനന്തദേവൻ എന്നാണ്. ശേഷനാഗം എന്ന് പറയുന്നത് ഭഗവാൻ കിടക്കുന്നതിനാണ് ശേഷനാഗം എന്ന് പറയുന്നത്. ബ്രഹ്മദേവന് സൃഷ്ടിശക്തിയുണ്ട്. അങ്ങനെ കുമാരന്മാർക്ക് ജ്ഞാനശക്തി, നാരദന് ഭക്തിശക്തി, പൃഥുവിന് പാലനശക്തി, പരശുരാമന് ദുഷ്ടദമന ശക്തി. ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള പല ശക്താവേശ അവതാരങ്ങൾ. ഓക്കെ, ഇതാണ് ഭഗവാന്റെ ഒരു അവതാരങ്ങളുടെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി മന്വന്തര അവതാരങ്ങളെ കുറിച്ച് ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ട്, കാരണം വായിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഭയങ്കര ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ച് വലുതായിട്ട് എഴുതിയിരിക്കണം. ഈ 14 മന്വന്തരങ്ങളും ഇപ്രാവശ്യത്തെ മന്വന്തരങ്ങളെക്കുറിച്ചാണ് വർണ്ണിച്ചേക്കുന്നത്. അതായത് സ്വയംഭൂ മന്വന്തരം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് വൈവസ്വത മന്വന്തരമാണ്. ഇപ്പോൾ ഈ വൈവസ്വത മന്വന്തരത്തിൻ്റെ 7ാമത്തെ മന്വന്തരത്തിൻ്റെ അവതാരം എന്ന് പറയുന്നത് വാമനനാണ്. അപ്പം ഇങ്ങനെയാണ് ഓരോ മന്വന്തരത്തിനും ഓരോ മന്വന്തര അവതാരങ്ങളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ക്വാർട്ടർബിൾ എക്സ്പാൻഷൻസിന് ഇത് വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുപ്നൻ, അനിരുദ്ധൻ, അവരുടെ എക്സ്പാൻഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 12 എക്സ്പാൻഷൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് 12 മാസങ്ങളുണ്ട് വൈഷ്ണവ കലണ്ടറിൽ. അതിൽ അധിഷ്ഠാത ദേവതകളാണ് ഈ 12 പേരും. ഈ മാസങ്ങളാണ് ഇവിടെ എഴുതിയേക്കുന്നത്. മാസങ്ങളുടെ അധിഷ്ഠാത ദേവതമാരാണ് ഇവിടെ. ഈ
വാസുദേവൻ, സംഘർഷണ, പ്രദീപ്ന, അനിരുദ്ധൻ്റെ ഇമ്മീഡിയറ്റ് എക്സ്പെൻഷൻസ് ആയിട്ട് വരുന്നത്. അവരാണ് അതിൻ്റെ അധിഷ്ഠാത ദേവതകൾ. ഇനി അവരുടെ ഓറിയൻറ്റേഷൻ, ശംഖ്, ചക്രം, ഗദ, പത്മം, അതിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. വാസുദേവൻ്റെ ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ ലോവർ റൈറ്റ് ഹാൻഡിലാണെങ്കിൽ ക്ലബ്ബ്, അപ്പർ റൈറ്റ് ഹാൻഡിൽ കോഞ്ച്, അപ്പർ ലെഫ്റ്റ് ഹാൻഡിൽ ഡിസ്ക്, ലോവർ ലെഫ്റ്റ് ഹാൻഡിൽ ലോട്ടസ്. ഈ ഒരു ലേ ഔട്ടായിരിക്കും. സംഘർഷനാകുമ്പം ക്ലബും കോഞ്ചും സെയിം തന്നെയാണ്, ലോട്ടസും ഡിസ്കും മാറി മാറി വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷനിലാണ് ഇവിടെ 24 ഫോംസ് വരുന്നത്. ഇതെല്ലാം നമ്മുടെ ഭാഗവതത്തിൽ ഫസ്റ്റ് കാൻഡോയിൽ തന്നെ പ്രഭുപാദർ വർണ്ണിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആണെന്ന്. ഇപ്പം എല്ലാം കാണാതെ നമുക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല. നമുക്ക് മനസ്സിലാക്കുക, ഇത്രയും കൃഷ്ണനെ അത്ര സിമ്പിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ ഓക്കെ ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും, ഇതൊരു ഓവർവ്യൂ അല്ലെ, റിവിഷൻ പോലെയായി. ഇതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി ദണ്ഡവത് പ്രണാംസ്. പ്രഭുജി 27th ഇതിലല്ലേ വരുന്നത് കൃഷ്ണൻ സ്വയമായിട്ട് വരുന്നത്? 27th എന്തിനാണ് വരുന്നത്? മന്വന്തരത്തിൽ. അല്ല സോറി മന്വന്തരല്ല, 27th ചതുർയുഗത്തിലാണ്. ചതുർയുഗത്തില്. അപ്പൊ ബാക്കിയുള്ള ഇതിലെല്ലാം കൃഷ്ണൻ സ്വയം അല്ലെങ്കിൽ പിന്നെ ആരാ വരുന്നേ? ഓക്കെ, ബാക്കിയുള്ള സമയത്ത് കൃഷ്ണൻ ഓക്കെ, മനസ്സിലാക്കേണ്ടത് ബ്രഹ്മാവിൻ്റെ ദിവസത്തിൽ ഒരു ദിവസം മാത്രമേ ഒരു ബ്രഹ്മാണ്ടത്തിൽ കൃഷ്ണൻ വരുന്നുള്ളൂ. കാരണം ബാക്കിയുള്ള സമയത്ത് ബാക്കിയുള്ള ബ്രഹ്മാണ്ടങ്ങളിൽ അപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സൂര്യൻ അസ്തമിക്കുന്നത് പോലെ, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ സൂര്യൻ വേറെടുത്ത് ഉദിക്കുന്നത് പോലെ ഇവിടെ നിന്ന് ഭഗവാൻ ധാമത്തിൽ പോകുമ്പം വേറെ അടുത്ത് ഭഗവാൻ വരുന്നു, അപ്പിയർ ചെയ്യുന്നു. അപ്പം ബാക്കിയുള്ള ദ്വാപരയുഗത്തിൽ കൃഷ്ണൻ വരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീരാമചന്ദ്രൻ എല്ലാ ത്രേതായുഗത്തിലും വരുന്നില്ല. നമ്മൾ ഒരു അഞ്ച് അല്ല, ആ സമയത്ത് രാമചന്ദ്രൻ വരത്തില്ല, ആ സമയത്ത് ഈ സമയത്ത് കൃഷ്ണൻ വരത്തില്ല. അവർ വരേണ്ട സമയത്ത് മാത്രമേ വരുന്നുള്ളൂ. ആ വരുന്ന നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ വന്ന ദ്വാപരയുഗത്തിലും ശ്രീ ചൈതന്യമഹാപ്രഭു വന്ന കലിയുഗത്തിലും പ്രഭുപാദരുടെയും കഴിഞ്ഞിട്ട് നമുക്ക് അവസരം കിട്ടി ജനിക്കാൻ. ഇത് വളരെ വളരെ വിരളമായിട്ടുള്ളൊരു അവസരമാണ്. കാരണം ഒരു കൽപ്പത്തിൽ ഒരു പ്രാവശ്യമാണ് കൃഷ്ണൻ വരുന്നത്. ആ വരുന്ന കൃഷ്ണൻ വരുന്ന ദ്വാപരയുഗത്തിന് അടുത്തുള്ള കലിയുഗത്തിലാണ് ചൈതന്യ മഹാപ്രഭു വരുന്നത്. അപ്പം അങ്ങനെ ഒരു അവസരം നമുക്ക് മൾട്ടി ലോട്ടറി കിട്ടിയേക്കുവാണ്. അത് നമ്മൾ ഊഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാഡ് ലക്ക്. പക്ഷേ വരാത്ത സമയത്ത്, ഇപ്പം കൃഷ്ണൻ വരാത്ത ദ്വാപരയുഗത്തിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്തനായിരിക്കും ഇവിടെ സങ്കീർത്തനത്തിന് എന്താ പറയുക, ലീഡർ ആയി വരുന്നത്. പക്ഷേ ഒരിക്കലും കൃഷ്ണൻ്റെ പ്രേമം ആ കലിയുഗത്തിൽ വരുന്ന ആൾക്കാർക്ക് കിട്ടില്ല എന്ന് വെച്ചാൽ കൊടുക്കത്തില്ല. കൃഷ്ണൻ്റെ പ്രേമം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്വയം കൃഷ്ണൻ മാത്രമാണ്. അത് കൃഷ്ണനാണ് വന്നിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിലായാലും അദ്വൈതാചാര്യര് നോൺ ഡിഫറെൻറ്റ് ഫ്രം കൃഷ്ണനാണെന്ന് പറയാം. എന്ന് വെച്ചാൽ എന്താ പറയുക, സദാശിവനും മൂലസംഘർഷൻ, സദാശിവനും മഹാവിഷ്ണുവും എല്ലാവരുമാണ് അദ്വൈതാചാര്യർ. നിത്യാനന്ദ പ്രഭു, ഇവരെല്ലാം ചൈതന്യ മഹാപ്രഭു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ ഇംഗിതം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ പ്രേമം ഞാൻ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആചാര്യന്മാർ പറയണത് ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ, എന്തെങ്കിലും പറഞ്ഞോ മതി. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് അല്ലെങ്കിൽ കൃഷ്ണന്റെ ഇംഗിതം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ പ്രേമം ഭഗവാൻ സ്വയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്.
അപ്പം ഭഗവാൻ വരാത്ത സമയത്ത് ഭഗവാന്റെ സേനാപതി അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാർ വിടും. പക്ഷെ അവർ കൃഷ്ണ ഭക്തിയുടെ ലെവലിൽ വരത്തില്ല, അവർ പ്രചരിപ്പിക്കത്തില്ല. അവർ പക്ഷെ സങ്കീർത്തനത്തിന്, കാരണം യുഗത്തിൻ്റെ ധർമ്മമാണ് സങ്കീർത്തനം, അത് പ്രചരിപ്പിക്കും. ഇതാണ് ഡിഫറൻസ് ആചാര്യന്മാർ, നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ദ്വാപര യുഗത്തിലും ഒരു ഭക്തനായിരിക്കും ആ പ്ലേസ് എടുക്കുന്ന? ഇല്ല, ദ്വാപരയുഗത്തിൽ ഭക്തൻ വരത്തില്ല, ഭക്തൻ വരുന്നില്ല. കലിയുഗത്തിലാണ് ഭക്തൻ വരുന്നത്. അപ്പൊ ദ്വാപരയുഗത്തിൽ ദ്വാപര കൃഷ്ണൻ യുഗത്തിൽ വരത്തില്ല. ഇല്ല, കൃഷ്ണൻ വരത്തില്ല, കൃഷ്ണന്റെ അവതാരം ഇല്ല. അപ്പൊ ഇപ്പൊ ഒരു കഴിഞ്ഞ അവതാരവും ഇല്ല ആ സമയത്ത്? ആ യുഗാവതാരം ഉണ്ട്, പക്ഷേ കൃഷ്ണൻ വരത്തില്ല. സാക്ഷാൽ ആ ആ. ശ്രീമൻ സ്വരൂപനായിട്ടുള്ള കൃഷ്ണൻ വരുന്നില്ല. അപ്പൊ ആ യുഗങ്ങളിലൊന്നും ഈ ഉം, ഗോവർദ്ധൻ പൊക്കുന്ന ആ ലീലകളൊന്നും കാണില്ല? ഇല്ല. ഓ. അതാണ് നമ്മുടെ നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള ടെക്നിക്കൽ വരയ്ക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഭാഗ്യം ശരിക്കും നമ്മൾ മനസ്സിലാക്കൂ. ഉം. എന്നിട്ടും നമുക്ക് ശ്രദ്ധയില്ലെന്ന് വെച്ചാലേ, ചാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഉം. നാലിച്ചോക്ക് കൃഷ്ണൻ അതെ. മാക്സിമം മെർസി തന്നേക്കുവാണ് നമുക്ക്. ഉം. അപ്പൊ മറ്റ് ദ്വാപര യുഗത്തിലെ കൃഷ്ണനും വരത്തില്ല, കൃഷ്ണന്റെ പ്രതിനിധിയും ഇല്ലേ? കൃഷ്ണന്റെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് വരെ കൃഷ്ണന്റെ ഭക്തന്മാർ വന്ന് മറ്റുള്ളവരെ ജനങ്ങളെ ഭക്തരാക്കി മാറ്റാനായിട്ട് കൃഷ്ണൻ പ്രതിനിധികളെ അയക്കില്ലേ? അതെ, അതാണ് എന്റെയും സംശയം. ആരുമില്ല അപ്പം? അല്ല, ഒരു മിനിറ്റ്. ആരും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ കൃഷ്ണൻ വരുന്നുണ്ടോ എന്നാണ്. കൃഷ്ണൻ വരത്തില്ല. അപ്പൊ ഈ കൃഷ്ണൻ ഇല്ല. വരുന്നതിന് മുന്നേ ആര് വിടുന്നു പറഞ്ഞാൽ, കൃഷ്ണൻ വരുന്നത് ബേസിക്കലി കലിയുഗത്തിന്റെ പ്രിപ്പറേഷന് വേണ്ടിയാണ്. അപ്പൊ ഈ ഉദാഹരണത്തിന് ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ത്രേതായുഗത്തിൽ ശ്രീരാമൻ വന്നിട്ടില്ല. ഓക്കെ, ആണോ? ശ്രീരാമൻ ഇതിനു മുമ്പാണ് 5ാമത്തെ മന്വന്തരത്തിലാണ് വന്നത്. ആഹാ. 5 യുഗ സൈക്കിൾ മുമ്പാണ് വന്നത്. ആ. ഓക്കെ, 5 യുഗ സൈക്കിൾ മുമ്പ് വന്ന ശ്രീരാമൻ, അതായത് എന്താ പറയാ, ഇപ്പൊ ഇരിക്കുന്നത് 23rd. യുഗ സൈക്കിൾ എന്ന് പറഞ്ഞാൽ 27ാമത്തെയാണ് അല്ലേ? അതെ. അതിൽ ആ, നിന്ന് അപ്പൊ മുമ്പ് 22nd. 22nd. ഇപ്പൊ 22nd യുഗ സൈക്കിൾ വന്നു. അപ്പൊ 22nd യുഗ സൈക്കിൾ തൊട്ട് തന്നെ അന്ന് തൊട്ട് രാമായണത്തിന്റെ എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. 23rd യുഗ സൈക്കിളും കേൾക്കുന്നുണ്ട്, 24th കേൾക്കുന്നുണ്ട്, 25th കേൾക്കുന്നുണ്ട്, 26th കേൾക്കുന്നുണ്ട്, 27th കേൾക്കുന്നുണ്ട്. അപ്പൊ 27th കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല, അയ്യോ ശ്രീരാമൻ വന്നില്ല, ത്രേതായുഗത്തിൽ വന്നില്ല എന്നല്ല നമ്മൾ പറയണത്. ഉം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറയുന്നത് ത്രേതായുഗത്തിൽ വന്നു എന്ന്. പക്ഷെ ഏത് ത്രേതായുഗത്തിൽ വന്നു എന്ന് അറിയണമെങ്കിൽ അതിന് കൂടുതൽ ടെക്നിക്കലി പോയാലേ മനസ്സിലാവും. ഉം. ഇപ്പൊ സാധാരണ ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിച്ചു നോക്കൂ, വെളിയിലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ശ്രീരാമൻ എപ്പോഴാണ് വന്നത്, ത്രേതായുഗത്തിൽ വന്നു എന്ന് പറയും അല്ലേ? പക്ഷെ ഉം. പുള്ളിക്കാരൻ്റെ ത്രേതായുഗം ഇങ്ങനെ സർക്കിളായിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. ഉം. ഏത് ത്രേതായുഗത്തിൽ വന്നു എന്നും അറിയത്തില്ല. ഉം. അപ്പൊ ശ്രീരാമനും കൃഷ്ണനും എന്നൊക്കെ പറഞ്ഞാൽ അവര് നമ്മുടെ പ്രപഞ്ചത്തിൽ, ബ്രഹ്മാണ്ടത്തിൽ തന്നെ ഏറ്റവും മേളിലുള്ള ലെവലിലുള്ള അധിഷ്ഠാത ദേവതമാരാണ്, ഭഗവാനാണ്. അവര് ഇങ്ങനെ ഭൗതിക ലോകത്ത് എപ്പോഴും വന്നുകൊണ്ടിരുന്നെങ്കിൽ ഈ ഭൗതിക ലോകം പിന്നെ സ്പിരിച്വൽ വേൾഡായി മാറത്തില്ലേ? അതുകൊണ്ട് തന്നെ ഉം. ഇത് ഭൗതിക ലോകമാണ്. ഭൗതിക ലോകത്തുള്ള ആൾക്കാരെ താരണം ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത്. അല്ല ദുഷ്ടനിഗ്രഹം അല്ല ഭഗവാന്റെ മെയിൻ ഇത്. ഭഗവാന്റെ മെയിൻ അവതാര പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ രൂപങ്ങൾ, ഭഗവാന്റെ ഗുണങ്ങൾ, ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുമ്പം നമുക്ക് ഈ ഈ ഭൗതിക ലോകം തരണം ചെയ്ത് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ ഭഗവാൻ വരുന്നത് തന്നെ. ബാക്കിയെല്ലാം ഭഗവാന്റെ ഒരു ഡ്രാമ മാത്രമാണ്. അപ്പം ഈ ഒരു ഉദ്ദേശത്തിന് രാമൻ വന്നു, 5 സൈക്കിൾ ചതുർയുഗം മുമ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് രാമൻ പോയി. പക്ഷെ രാമായണ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് ഭഗവാന്റെ ഭക്തന്മാരെ അത് എന്താ പറയണേ, സംഗ്രഹിച്ച് അത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ അതിനാണ് പാലനം ചെയ്യുന്നത് ശ്രീകൃഷ്ണനാണ്. അത് എങ്ങനെയും നമ്മൾ ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ മര്യാദയ്ക്ക് ചാൻറ്റ് ചെയ്യുക. നമുക്ക് കിട്ടിയേക്കുന്ന രാമായണമായാലും മഹാഭാഗവതമായാലും ഭാരതമായാലും ഇതെല്ലാം വായിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ യുഗേ യുഗേ എന്ന് പറയുന്നുണ്ടല്ലോ. ആ യുഗേ യുഗേ ആ. സംഭവാമി യുഗേ. അപ്പൊ ഈ യുഗാവതാരങ്ങളുണ്ട്. ഭഗവാൻ യുഗാവതാരം എടുക്കുന്നുണ്ട്. അവിടെ ഭഗവാൻ കള്ളമല്ല പറയണത്. യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ ഇപ്പം കൃഷ്ണൻ തന്നെ വരണം എന്നില്ലല്ലോ. കൃഷ്ണൻ അങ്ങനെ കൃഷ്ണൻ മാത്രം വരുന്നു എന്നാണെങ്കിൽ
കൃഷ്ണൻ ബ്രഹ്മാവിന്റെ ഒരു ദിവസം ഒരു യുഗത്തിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ എല്ലാ യുഗത്തിലും കൃഷ്ണൻ വരേണ്ട ആവശ്യമില്ലല്ലോ. കൃഷ്ണൻ പേഴ്സണലി വരേണ്ട ആവശ്യമില്ലല്ലോ. കൃഷ്ണന്റെ ശക്താവേശ അവതാരങ്ങളും വിലാസ അവതാരങ്ങളും മറ്റുള്ള ആവേശ അവതാരങ്ങളും എല്ലാം ഉണ്ടല്ലോ. അതും വരുന്നത് ഭഗവാൻ സ്വാംശം വന്നാലും ഭഗവാൻ തന്നെയല്ലേ. അതെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അത്രയും വർണ്ണിച്ച് ഇതെല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത്. ഇതെല്ലാം തന്നെ ഭഗവാൻ വരേണ്ടതിന് പകരം ഭഗവാന്റെ ഇപ്പം ഇതിനകത്തുള്ള കേശവൻ വന്നാലേ ഭഗവാൻ വരുന്നതിന് തുല്യമാണ് അല്ലേ. കപിലദേവൻ വരുന്നത് ഭഗവാൻ വരുന്നതിന് തുല്യമാണ്. ഋഷഭദേവൻ വരുന്നത് അതുപോലെ തന്നെ. എന്താ പറയണ, നമ്മുടെ പൃഥു മഹാരാജാവ്, പരശുരാമന്, ഇവരെല്ലാം ഓരോ സമയത്ത് വരുന്നതല്ലേ. ദത്താത്രേയൻ, ഇവരൊക്കെ ഓരോ സമയത്ത് വരും. അത് ആ സമയത്തുള്ള ധർമ്മം അനുസരിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് യുഗയെ അത് ചെയ്തിട്ട് പോവുകയും ചെയ്യും. നമുക്കൊരിക്കലും ഭഗവാന്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല ഭഗവാൻ കൃഷ്ണൻ എല്ലാ യുഗത്തിലും വരണം എന്ന്. നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡിമാൻഡും ചെയ്യാൻ പറ്റത്തില്ല. ഭഗവാന്റെ സ്വീറ്റ് വില്ലിൽ വരുന്നു. അതിലും നമ്മൾ ഗർഗസംഹിതയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവൻ ഗർഗ മഹർഷി തന്നെ എന്താ പറയണ, കൃഷ്ണന്റെ അവതാരത്തെക്കുറിച്ച്, അവതാരം എടുക്കാനുള്ള സമയമായി എന്ന് ആസ്ട്രോണമിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എപ്പോൾ അവതാരം എടുക്കുന്നത് കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരന് പറയാൻ പറ്റുന്നില്ല. അതായത് ഇത്രയും വലിയ ആസ്ട്രോളജറിന്റെ അതൊക്കെ ആസ്ട്രോളജി ഉണ്ടാക്കിയ ആൾ തന്നെ അയാൾക്ക് ആസ്ട്രോളജിയിലും ചാർട്ട് അനുസരിച്ച്, സ്കൈയിലെ ചാർട്ട് അനുസരിച്ചും നക്ഷത്രങ്ങളുടെ ഈ നിലവിലനുസരിച്ചും സാക്ഷാൽ ശ്രീകൃഷ്ണൻ വരുന്നുണ്ട്, സാക്ഷാൽ സ്വയംരൂപനായിട്ടുള്ള ഭഗവാൻ വരുന്നുണ്ടെന്ന് പ്രവചിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എപ്പം ജനിക്കും, എപ്പം അവതരിക്കും, എവിടെ അവതരിക്കും എന്നുള്ളത് അതൊരു മൂടൽമഞ്ഞ് പോലെയാണ് ഇരിക്കുന്നതെന്നാണ് ഗർഗമഹർഷി പറയുന്നത്. അതാണ് ഭഗവാൻ സ്വേച്ഛത്തിലാണ് വരുന്നത്, വേറൊരാളെ അറിയിച്ചുകൊണ്ട് വരുന്നില്ല എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു സംശയം കൂടി പ്രഭുജി. ഈ ത്രേതായുഗം രണ്ടാമത്തെ അല്ലേ, പക്ഷെ എന്താ ത്രേത എന്ന് പറയുന്നത്? ദ്വാപര യുഗം മൂന്നാമത്തെ ആണെങ്കിൽ ദ്വാ എന്ന് പറയുന്നത് എന്താ? അതിന് കാരണം എന്താ വെച്ചാൽ ധർമ്മത്തിന്റെ 4 കാലുകളുണ്ടല്ലോ, അതിന് 4 കാലുകളും ഉള്ളത് സത്യയുഗത്തിലാണ്. 3 കാലുകളേ ഉള്ളൂ ത്രേതായുഗത്തിൽ, 2 കാലുകളേ ഉള്ളൂ ദ്വാപര യുഗത്തിൽ. അതാണ് ദ്വാ ത്രേ എന്ന് പറയുന്നത്. ഓക്കെ 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 പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ കേട്ടിരിക്കുന്നത് ത്രേതായുഗം അത് അഹല്യക്ക് ശാപമോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ യുഗം, അഹല്യ എന്നുള്ളത് ആ പതിവ്രതയായ കാരണമുണ്ട്, അത്രയധികം പതിവ്രതയായ കാരണമുണ്ട് അതിന്റെ തീഷ്ണശക്തിയിലാണ് ആ യുഗം കയറി വന്നത്. അടുത്ത യുഗം വരുമ്പോൾ ത്രേതായുഗം മൂന്നാമതായിട്ട് വരുന്ന പറഞ്ഞത്. ഈ ഇതിൽ മാത്രമാണ് അഹല്യനെ ശപിച്ചപ്പോ, അഹല്യനെ ശിലയാക്കിയപ്പോ അത് അത്രയും പതിവ്രതയായിരുന്നു, പതിവ്രത രത്നായിരുന്നു. അതിന്റെ തീവ്ര ശക്തിയിലാണ് ആ യുഗം കയറി വന്നത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പോ നെക്സ്റ്റ് സത്യയുഗം വന്നു കഴിഞ്ഞാല് പിന്നെ വരുന്നത് ദ്വാപരയുഗമാണ്, പിന്നെ ത്രേതായുഗം വരും. ആ ഓർഡറിൽ തന്നെ കറക്റ്റ് ആയിട്ട് വരും. ഈ ഓർഡറിൽ മാത്രം അഹല്യക്ക് ശാപമോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് പതിവ്രത രത്നമായിട്ടുള്ള അഹല്യനെ ശപിച്ചപ്പോ അതിന്റെ തീവ്ര ശക്തിയിലാണ് അത് ഭഗവാൻ അത് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അത് രാമായണത്തിൽ, ഉത്തര രാമായണത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് അഹല്യ ത്രേതായുഗം കയറി വന്നത് എന്ന് പറയുന്ന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ഇത് കേട്ടിട്ടില്ല. പക്ഷെ ഇതേപോലെ നമ്മുടെ പ്രഭുപാദർ പർപ്പോട്ടി പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻ വന്നതുകൊണ്ട്, കൃഷ്ണൻ ഇപ്രാവശ്യം ദ്വാപരയുഗത്തിൽ വരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് നടന്നത്, ത്രേതായുഗം ദ്വാപരയുഗം അഡ്ജസ്റ്റ്മെന്റ് നടന്നതെന്നാണ് പ്രഭുപാദറിന്റെ പർപ്പോട്ടി പറയുന്നത്. പക്ഷേ നമ്മുടെ മറ്റുള്ള ആചാര്യന്മാരുടെ പർപ്പോട്ടിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ എക്സ്പ്ലനേഷൻ പറഞ്ഞത് ധർമ്മത്തിനുള്ള 4, 3, 2 അങ്ങനെ ആ ച്യുതി നടക്കുന്നതുകൊണ്ടാണ് ത്രേ ദ്വ എന്ന് വരുന്നത് പറഞ്ഞത്. ഇപ്പം ഈ പ്രഭുപാദറിന്റെ പർപ്പോട്ടിൽ ഈ കൃഷ്ണൻ ഫസ്റ്റ് കാൻഡോ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, കൃഷ്ണൻ വരുന്ന കാൻഡോസ് മന്വന്തര ചതുർയുഗത്തിൽ മാത്രം ദ്വാപരവും ത്രേതയും മാറുന്നു പറയുന്നു. മറ്റേ പ്രഭു പറഞ്ഞ പോലെ അഹല്യയുടെ നടക്കാനാണെങ്കിൽ അത് ദ്വയും ത്രയും മാറണമെങ്കിൽ അത് 5 ചതുർയുഗം മുമ്പായിരിക്കണം അത് അങ്ങനെ സംഭവിച്ചത്. അപ്പം ചില സമയത്ത് അങ്ങനെ നടന്നിരിക്കാം. അതിൽ നമുക്ക് കാരണം നമ്മളിപ്പം എന്താ പറയുക, അവതാരങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾക്ക് നരസിംഹൻ്റെ അവതാരം ഈ മന്വന്തരത്തിലേ അല്ല നടന്നത്. പക്ഷെ നമ്മൾ പറയുമ്പം നമ്മൾ ഓർഡറൊക്കെ അതനുസരിച്ചല്ലേ പറയണത്. ചില സമയത്ത് ഭഗവാൻ ഒന്നിൽ കൂടുതൽ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. മത്സ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂർമാവതാരം അതുപോലെയാണ്.
പിന്നെ വരാഹാവതാരം അതുപോലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നരസിംഹാവതാരം തന്നെ പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആചാര്യന്മാർ പറഞ്ഞേക്കുന്നതും സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞേക്കുന്നതും നമുക്കെല്ലാം ഒരു എടുത്തിട്ട് ഒന്നിനെ എന്താ പറയുക കോൺട്രാഡിക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അത് ഇപ്പം പ്രഭു പറഞ്ഞ പോലെ തന്നെ ഉത്തരരാമായണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ രാമായണം സംഭവിച്ച സമയത്ത് ദ്വയം ത്രയും മാറിക്കാണും. അത് അവിടുത്തെ റീസൺ ആയിരിക്കാം. ഇപ്പോൾ പ്രഭു അത് പറയുന്ന കൃഷ്ണൻ വരുന്ന സമയത്തായിരിക്കും ഇവിടെ മാറിയത്. പക്ഷെ നമുക്കിപ്പോൾ ഉള്ള സിറ്റുവേഷനിലാണ് ബാക്കി എല്ലാ പുരാണങ്ങളിലും വർണ്ണിച്ചേക്കുന്നത് ഇതേപോലെയാണ്. സത്യയുഗം ആദ്യമേ, പിന്നെ ത്രേതായുഗം, പിന്നെ ദ്വാപരയുഗം, പിന്നെ കലിയുഗം. അപ്പം അപ്പം നമ്മളിപ്പം കാണുന്ന രീതിയിലായിരിക്കും നമ്മളിപ്പം വരുന്ന ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ആചാര്യന്മാർ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ചെറിയ വ്യത്യാസങ്ങൾ. ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണം പറയാം. മന്വന്തരങ്ങളുടെ പേരിൻ്റെ വ്യത്യാസം. പല സ്ക്രിപ്റ്റേഴ്സിലും അതിൻ്റെ പേര് വ്യത്യാസമായിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിൽ പോയിട്ട് അത് ഇവിടെ ഇങ്ങനെ ഈ പുരാണത്തിൽ ഇതാ പറഞ്ഞത്, മറ്റേ പുരാണത്തിൽ ഇതാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ആചാര്യന്മാർ പറയുന്ന എക്സ്പ്ലനേഷൻ തന്നെ കൽപ്പഭേദമാണ്. ഒരു കൽപ്പത്തിൽ ഇങ്ങനെയാണ്, വേറൊരു കൽപ്പത്തിൽ അങ്ങനെയാണ്. നമ്മുടെ ഇമ്മീഡിയറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് കൽപ്പത്തിൽ അങ്ങനെയാണ്, ഈ ഇത് കൽപ്പത്തിൽ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാനല്ലല്ലോ ഇരിക്കേണ്ടത്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയാണ് യുഗങ്ങളിൽ വരുന്നത്. ജനറൽ തിയറി മനസ്സിലാക്കുക, എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും മനസ്സിലാക്കുക. നമ്മൾ ഇതാണ് അതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ കോൺട്രാഡിക്ഷൻ ഒരിക്കലും സ്ക്രിപ്റ്റേഴ്സിൽ വരുന്നില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പ്രഭുപാദം പറയുന്നുണ്ട്, കോൺട്രാഡിക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ ബുദ്ധിയിലുള്ള ലിമിറ്റേഷനാണ്. കോൺട്രാഡിക്ഷൻസ് ഒന്നും ഇല്ല, അത് നമുക്ക് സമ്മേളിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവാണ് അതിനെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളത്. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഒരു ഭക്തയ്ക്ക് വേണ്ടി യുഗം മാറിയെന്ന് ഒന്ന് രണ്ടിടത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരു ഭക്തയ്ക്ക് വേണ്ടി യുഗം മാറി ഭഗവാൻ വന്നു എന്നുള്ളത്. അതിലാണ് ഈ അഹല്യയ്ക്ക് വേണ്ടി വന്നു എന്നുള്ളത്, ആ യുഗം മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതും പോസിബിൾ. എനിക്കറിയത്തില്ലായിരുന്നു അത്. താങ്ക്സ്. ഓക്കെ, വേറെ എന്തെങ്കിലും കമൻസോ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഹരേകൃഷ്ണ പ്രഭു, നല്ല ക്ലാസ് ആണെങ്കിലും മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യശക്തി കുറവായതുകൊണ്ട് ഇത് ഒരിക്കൽ കൂടെ ഒരു ക്ലാസ് കൂടെ വെച്ച് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരണം. ഹരേകൃഷ്ണ. അടുത്ത ക്ലാസ്സിൽ ഞാൻ തുടക്കത്തിൽ സമ്മറൈസ് ചെയ്യാം ഒന്നുകൂടെ. അതുപോലെ അത് ഇപ്പം വേണോ ഹരേകൃഷ്ണ? ഇപ്പൊ ഒന്നുകൂടെ പറയണോ അതോ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്താൽ മതിയോ? ഇപ്പോഴൊന്ന് സമ്മറൈസ് ചെയ്യാമോ പ്രഭുജി? ഹരേകൃഷ്ണ. തുടക്കം മുതലല്ലേ? അതെ അതെ. ഹരേ കൃഷ്ണ പ്രഭു, എനിക്കൊരു സംശയം ഇപ്പൊ വന്നതാ. ഹരേ കൃഷ്ണ. പറയും. അല്ല, ഈ യുഗങ്ങളുടെ പേരും മന്വന്തരങ്ങളുടെ പേരും ഒക്കെ ആചാര്യന്മാരല്ലേ കൊടുക്കുന്നത്? അല്ല, നമുക്ക് വേറെ ഒരു തെളിവൊന്നും ഇല്ലല്ലോ. ആചാര്യന്മാരല്ല കൊടുക്കുന്നത്. ഇതെല്ലാം ഭഗവാനാണ് ഈ അറിവ് തരുന്നത്. ആചാര്യന്മാര് അത് അവര് പകർന്നു തരുന്നതേ ഉള്ളൂ. ഇതെല്ലാം വേദങ്ങളിലുള്ളതാണ്. ഭഗവാനാണ്. ഇപ്പൊ നമുക്ക് കൽപ്പത്തിന്റെ ഇപ്പം വേദം എഴുതിയത് ഒരു ആചാര്യനായിരിക്കുമല്ലോ. ഓക്കെ, ഞാനിപ്പം അങ്കിളിൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞു തരുന്നു. അല്ലെങ്കിൽ ഞാനിപ്പം ഉദാഹരണത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ നിൽക്കുകയാണ്, അങ്കിൾ അവിടെ ഇന്ത്യയിലിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇവിടെ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തരുന്നു. ഓക്കെ, ഇവിടെ നടക്കുന്ന കാര്യം ഇങ്ങനെയാണെന്ന് ഒരു 2-3 ദിവസത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നു. അപ്പോൾ അങ്കിൾ എഴുതി. ഇനി ഇപ്പം വേറൊരാൾ അത് വായിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പം അങ്കിൾ എഴുതിയതാണ്, അതുകൊണ്ട് അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് പറയത്തില്ല, തെറ്റെന്ന് പറയുന്നില്ലല്ലോ. ഇല്ലല്ലോ. അല്ല, അപ്പം അതേപോലെ ഭഗവാൻ നമുക്ക് ഉള്ള സംഭവങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്രോഡീകരിച്ചാണ് വേദങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉപശാഖകളായിട്ടും ഉപനിഷത്തും ഇതിഹാസങ്ങളും പുരാണങ്ങളും തരുന്നത്. ഓക്കെ, അപ്പോൾ അതിലെല്ലാം നമുക്ക് പല ഇൻസ്റ്റൻസസിലും നമുക്ക് മനസ്സിലാക്കാം. സൃഷ്ടിയുടെ തുടക്കത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പം ഭഗവാൻ തന്നെയാണ് പല രീതിയിൽ വന്നിട്ട് ബ്രഹ്മദേവന് ഭഗവാന് അറിവ് കൊടുക്കുന്നത്, എങ്ങനെയാണ് സൃഷ്ടി നടക്കേണ്ടതെന്നുള്ളത്.
അപ്പം ആ സമയത്ത് തന്നെ പറഞ്ഞു കൊടുക്കുന്ന അറിവുകളാണ് ഈ എന്താ പറയണേ കാലചക്രവും ഇതെല്ലാം ബ്രഹ്മദേവന് പറഞ്ഞു കൊടുക്കുകയാണ്. അതെ. പിന്നെ അപ്പം അതാണ് വേദം എന്ന്, ആ അറിവിനെയാണ് വേദം എന്ന് പറയുന്നത്. പിന്നെ ആ ഒറ്റയ്ക്കുണ്ടായിരുന്ന വേദത്തെ വ്യാസദേവൻ നമ്മുടെ ദ്വാപര യുഗത്തിൽ വന്നിട്ട് വ്യസിച്ചതാണ്. അങ്ങനെയാണ് വേദവ്യാസനായി മാറുന്നത്. എന്നിട്ട് അത് 4ആയിട്ട് ക്രോഡീകരിച്ച് എഴുതിയേക്കുന്നതാണ് നമ്മൾ ഇപ്പം അറിയുന്ന 4 വേദങ്ങൾ എന്ന് പറയുന്നത്. 4 വേദങ്ങളും പിന്നെ അതിനെ ഉപനിഷത്തും ഇതെല്ലാമായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നേക്കുന്നതാണ് നമുക്ക്. കാരണം കലിയുഗത്തിലെ മനുഷ്യർക്ക് വേദത്തെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതാണ്. ഓക്കെ, അതുകൊണ്ട് അതിനെ ഒരാൾ എഴുതി എന്നല്ല അതിനർത്ഥം. ആ എഴുതിയേക്കുന്ന കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എഴുതിയേക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നതാണ്. അത് ഇവിടെ നടന്ന സംഭവമാണ്. അതേപോലെ തന്നെ അത് ഇതിന്റെ ഉറവിടം ഭഗവാൻ ആ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ആചാര്യനായിരിക്കുമല്ലോ. വേദവ്യാസനാണ്. ആ അതെ, വേദവ്യാസനാണ്. വേദവ്യാസൻ. ഇപ്പൊ ഈ 4 വേദത്തിന്റെ കാര്യം 2-ാം അധ്യായം നമ്മുടെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മാവ് 4 വേദങ്ങൾ പറഞ്ഞു കൊടുത്തെന്ന് പറയുന്നു. അതെന്തുവാ? ഈ 4 വേദങ്ങൾ എന്തോ നമുക്കറിയാവുന്ന 4 വേദങ്ങൾ തന്നെ. അല്ല, ഭഗവാന്റെ പിന്നെ വേദവ്യാസനല്ലേ 4ആയിട്ട് എഴുതിയെന്ന് പറയുന്നു. വ്യസിച്ച് എഴുതിയത്, രചിച്ചത് ഒരു ഓൾറെഡി ഉള്ളതാണ്. നമുക്ക് ഒരു ഒരു ഫുൾ നോളജ് ഉണ്ട്, സെറ്റ് ഓഫ് നോളജ് ഉണ്ട്. അതിൻ്റെ ഒരു മീറ്റർ എല്ലാം സെയിം ആയിട്ടുള്ളതും സബ്ജക്റ്റ് മാറ്റർ സെയിം ആയിട്ടുള്ളതിനെയും ഒരു വേദമായിട്ട് ക്രോഡീകരിച്ച് എഴുതി വെച്ചതാണ് വേദവ്യാസൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയണത്, ഇത് അതിന് മുമ്പ് ഉണ്ടായിരുന്ന സംഭവമാണ്, പുതിയതായിട്ട് കണ്ടുപിടിച്ചതല്ല. ഇപ്പം ഉദാഹരണത്തിന് സാമവേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്തുതികളാണ്. ഭഗവാന്റെ സ്തുതികളെല്ലാം ഒരു നല്ല മീറ്ററിലുള്ളതിനെല്ലാം നല്ല ഗാനത്തിലുള്ളതിലെല്ലാം പിടിച്ച് ഒന്നിലാക്കി വെച്ചു. അങ്ങനെ അങ്ങനെ ഒരു ലിമിറ്റേഷൻ. എന്താ പറയുക, ഋഗ്വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഭഗവാന്റെ ഒരു ഇൻവിറ്റേഷൻ പോലെയാണ്. ഭഗവാന്റെ അടുത്ത് ഇങ്ങോട്ട് എന്താ പറയുക, പൂജയ്ക്ക് വരൂ എന്നുള്ള ഇൻവിറ്റേഷൻ കൊടുക്കുന്നവരാണ്. അപ്പം അതിനെല്ലാം ക്രോഡീകരിച്ച് ഋഗ്വേദമാക്കി. യജുർവേദം തന്നെ കൂടുതൽ ഹോമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് യജുർവേദം. അങ്ങനെ ഓരോ സബ്ജക്റ്റ് മാറ്ററും മീറ്ററും അനുസരിച്ച് ക്രോഡീകരിച്ച് ചാപ്റ്റർ വൈസ് ആക്കി വെക്കും. നമ്മളിപ്പം എന്താ പറയുക, ഒരു സബ്ജക്റ്റ് മാറ്ററിനെ എല്ലാം ചാപ്റ്ററായിട്ട് പിൻ ചെയ്ത് വെക്കും, പേപ്പറെല്ലാം പിൻ ചെയ്ത് വെക്കുന്ന പോലെ. അങ്ങനെ ആ ഒരു പ്രവൃത്തിയാണ് വേദവ്യാസൻ ചെയ്തത്, അല്ലാതെ വേദവ്യാസൻ എഴുതിയതല്ല. അതുമാത്രമല്ല, രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വേദവ്യാസൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്താവേശ അവതാരമാണ്. ലിറ്റററി ഇൻകാർണേഷനാണ്. എഴുതാൻ വേണ്ടിയിട്ടുള്ള ഭഗവാൻ തന്നെ വന്ന ശക്താവേശ അവതാരമാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യൻ എഴുതി എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ കാണേണ്ട ആവശ്യമില്ല. പിന്നെ പിന്നെ ഈ വർഷങ്ങളെ ഓവർകമായി എന്ന് പറയുന്നു. കലിയുഗം അല്ല, ദ്വാപരയുഗത്തിനെ ത്രേതായുഗം അതിക്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തോ അതെങ്ങനെ വരുന്ന ഇത്? അതാ ഇവിടെ 3 നമ്മൾ എണ്ണിപ്പോകുന്ന വർഷങ്ങള്, അല്ലെങ്കിൽ 1960, 1970 അങ്ങനെ മുമ്പെപ്പെട്ടു. പിന്നെ അത് 1960 പിന്നെ എങ്ങനെ 1970 മുമ്പിൽ വരാൻ പറ്റുമോ? ഓക്കെ, ഇത് ഈ ഒരു കലണ്ടർ എന്ന് പറയുന്നത്, ഇതിൻ്റെ പേരിടുന്നത് ഭഗവാൻ തന്നെയാണ്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞ ഒരു ഭക്തയ്ക്ക് വേണ്ടിയിട്ട്, അഹല്യയ്ക്ക് വേണ്ടിയിട്ട് മാറി. അതുപോലെ പ്രഭുപാദർ പറയുന്നുണ്ട്, കൃഷ്ണൻ വരുന്നതുകൊണ്ട് മാറ്റം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി. ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. ഇപ്പം നമ്മൾ ഈ സമയത്ത് നിൽക്കുമ്പം, ഇപ്പം നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ, നമ്മൾ നിൽക്കുന്ന മന്വന്തരത്തിൽ, നമ്മൾ നിൽക്കുന്ന ചതുർയുഗത്തില് ഹരേ കൃഷ്ണ, മതി. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ ഓർഡറിലാണ് വന്നത്. അപ്പൊ ഇത് നമ്മളിപ്പം ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഫ്രെയിമിൽ ഇരിക്കുന്ന നമ്മൾ, ഭഗവാൻ ബാക്കിയുള്ളതും അതേ ഫ്രെയിമിൽ പറഞ്ഞു തരും. ഇനി മറിച്ചാണ് വരുന്നതെങ്കിൽ ആ പേരും പേര് മാറി എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം ടൈമും എല്ലാം സെയിം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ സിഗ്നിഫിക്കൻസ് ഇല്ല. സിഗ്നിഫിക്കൻസ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കുക. ത്രേതായുഗത്തിൻ്റെ ഡ്യൂറേഷനും സത്യയുഗത്തിൻ്റെ ഡ്യൂറേഷനും പേര് മാറിയാലും ഇതേപോലെ തന്നെ 4, 3, 2, 1 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് 4,32,000 വർഷത്തിൻ്റെ ഡബിളാണ് അടുത്ത് വരുന്ന യുഗം. അത് ദ്വാപരമായാലും ത്രേതായാലും പേര് മാറിയാലും. കാരണം അവരുടെ യുഗത്തിനുള്ള ആയുസ്സും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യയുഗത്തിൽ 1,00,000 വർഷമായിരുന്നു ആയുസ്സെങ്കിൽ
ത്രേതായുഗത്തിൽ 10,000. ത്രേതായുഗത്തില് 10,000-വും ദ്വാപരയുഗത്തിൽ 1,000-വും കലിയുഗത്തിൽ 100-മാണ്. അപ്പം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് നമുക്ക് മനസ്സിലാക്കിയെടുത്താൽ ബാക്കിയുള്ള എന്താ പറയണേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചേഞ്ച് ആണ് ഇതെങ്കിൽ നമ്മളിപ്പം നിൽക്കുന്ന അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് അങ്ങ് സിങ്ക് ചെയ്ത് പോയാൽ മതി. കൂടുതൽ നമ്മൾ ഇതിലോട്ട് കൂടുതൽ നമ്മുടെ ഉദ്ദേശം എന്താണ്? കൂടുതൽ കൺഫ്യൂഷൻ സൃഷ്ടിച്ച് അതിൻ്റെ എന്താ പറയണേ ഭഗവാന്റെ അടുത്ത് വാഗ്വാദത്തിന് പോകാനല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ ഒരു ഇല്ല. സിസ്റ്റം ഉണ്ട്. അല്ല, നമ്മുടെ ഇങ്ങനെ പറയുമ്പോൾ ഓരോരുത്തരിന്റെ ഇടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള സംശയം വരും. അത് തീർച്ചയായിട്ടും അത് അങ്ങനെ പറയാനുള്ള ആൾക്കാർക്ക് തർക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ സൃഷ്ടിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ഭഗവാൻ മര്യാദയ്ക്ക് സൃഷ്ടിച്ചാൽ പോരെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം ജൂലിയൻ കലണ്ടർ തന്നെ വന്നത് ആദ്യമേ 10 മാസം ഉള്ളായിരുന്നു ജൂലിയൻ കലണ്ടറിൽ. പിന്നെ നമ്മുടെ ഭാരതമായിട്ട് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാസം ഇടയ്ക്ക് കയറ്റി. ഇങ്ങനെ പല ചേഞ്ചസ് വരുത്തും ആൾക്കാർ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതേ മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ വേദങ്ങളെയും കാണാൻ നോക്കുന്നത്. അത് എന്താ പറയണ ഇപ്പം കൃഷ്ണൻ വിട്ടുപോയ സമയത്ത് കൃഷ്ണൻ തൻ്റെ ഭൗതിക ലോകത്ത് ഭൗതിക ശരീരവും വിട്ടുപോയി എന്ന് പറയുന്നുണ്ട്. അത് എന്തിനാണ്? ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കണ്ടിട്ട് പറയാമോ കൃഷ്ണൻ സാധാരണ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാരണം അവർക്കും വാദിക്കാനുള്ള പോയിന്റ്സ് കൊടുക്കണമല്ലോ കൃഷ്ണൻ. അപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ വാദിക്കാനും അല്ലെങ്കിൽ അതിൽ കണ്ടുപിടിക്കാനും നമ്മൾ സമയം വെറുതെ കളയത്തേ ഉള്ളൂ. നമ്മുടെ ഉദ്ദേശം ഇതൊന്നും അല്ല. ഇത് മനസ്സിലാക്കുക, ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഉദ്ദേശം ഈ ഭൗതിക ലോകത്ത് നിന്ന് പോയി ഭഗവാന്റെ കൃഷ്ണപ്രേമം കിട്ടുക എന്നുള്ളതാണ്. കാരണം കൃഷ്ണപ്രേമമാണ് ഭഗവാൻ വരുമ്പം തരുന്ന ഒരു അമൃത്. അത് നമ്മൾ കളയാതെ ഈ ആവശ്യമില്ലാതെ ഇപ്പം ജനുവരിക്ക് നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊന്നും വലിയ പ്രശ്നമില്ല. പ്രശ്നമുള്ളത് എന്താണ്? നമ്മുടെ സമയം പോകുന്നു. ഓരോ സമയം സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും നമ്മുടെ സമയം പോവാണ്. നമുക്ക് കൃഷ്ണപ്രേമം കിട്ടിയോ ഇല്ലയോ, അതാണ് മെയിൻ പോയിന്റ്. ഓക്കെ, ഹരേ കൃഷ്ണ. അതുപോലെ 72 ചതുരംഗമല്ലേ ഒരു മന്വന്തരം എന്ന് പറയുന്നത്? എന്തോ 72 ചതുരയുഗം, 71 അല്ലെങ്കിൽ 72 71 ചിൽവാനം ചതുർയുഗങ്ങൾ ചേരുന്നതാണ് ഒരു മന്വന്തരം. അപ്പൊ എത്ര ശ്രീകൃഷ്ണന്റെ തിരോധാനത്തിനെ പറ്റി ഇവിടെ ഡേറ്റ് പറയുന്നുണ്ട് ഇല്ലയോ? ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ നമ്മളെ ഈ ശ്രീകൃഷ്ണൻ അടുത്ത കാലത്തിൽ ഭൂമിയിൽ ഓൾമോസ്റ്റ് 5000 വർഷം 1320 അങ്ങനെ 1300 കണ്ടാണ്. അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് 500 വർഷം മുമ്പാണ് ചൈതന്യ മഹാപ്രഭു വന്നത്. കൃഷ്ണൻ വന്നപ്പം തന്നെ ഓൾമോസ്റ്റ് ദ്വാപരയുഗം കഴിഞ്ഞു. ദ്വാപരയുഗത്തിന് പിന്നെ ഓരോ യുഗത്തിനും സന്ധി വന്നു. അപ്പൊ ശ്രീരാമൻ എത്തിയത് ഈ മന്വന്തരത്തിലല്ലയോ? അല്ല, 72 യുഗത്തിന് മുമ്പാ. സോറി ഈ മന്വന്തരത്തിലാണ്. ഈ ചതുർയുഗത്തിലല്ല, 5 ചതുർയുഗം മുമ്പാണ്. 5 ചതുർയുഗം മുമ്പാ. അപ്പൊ എന്നിട്ട് 5 ചതുർയുഗം എന്ന് പറഞ്ഞാൽ എത്ര? ഹരേ കൃഷ്ണ. വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗം നടന്നുകൊണ്ടിരിക്കുന്നത്. 24ാമത്തെ ചതുർയുഗത്തിലാണ് ശ്രീരാമചന്ദ്രൻ വന്നത്. 19ാമത്തെ ചതുർയുഗത്തിലാണ് പരശുരാമൻ വന്നത്. ഈ വൈവസ്വത മന്വന്തരത്തിൽ തന്നെ 19ാമത്തെ ചതുർയുഗത്തിൽ പരശുരാമന്റെ വരുന്നു. 24ാമത്തേലാണ് രാമായണം അല്ലെങ്കിൽ ഈ ശ്രീരാമചന്ദ്രന്റെ വരുന്നത്. ഇപ്പൊ 28 നിൽക്കുന്നു. ഇനി 28 കഴിഞ്ഞ് 29, 30, 31 അങ്ങനെ 71 എത്തിക്കഴിഞ്ഞാൽ 7ാമത്തെ മന്വന്തരം കഴിഞ്ഞ് 8ാമത്തെ മന്വന്തരം വരും. 8ാമത്തെ മന്വന്തരം എന്ന് വെച്ചാല് 8ാമത്തെ മണിക്കൂർ എന്നുള്ളത് കണക്കാക്കിയാൽ മതി. കാരണം ബ്രഹ്മാവിന്റെ ക്ലോക്ക് 28 മണിക്കൂറുള്ളതാണ് ബ്രഹ്മാവിന്റെ ക്ലോക്ക്. ആ ബ്രഹ്മാണ്ടത്തിനെ കംപ്ലീറ്റ് കവറപ്പ് ചെയ്യുന്നത് ബ്രഹ്മാവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതാണ് ആ കൽപ്പം മന്വന്തരം എന്നൊക്കെ പറയുന്നത്. നമ്മൾക്ക് ഇവിടെ ജനുവരി, ഫെബ്രുവരി എന്നൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്ന പോലെയാണ് ബ്രഹ്മാവിനെ ബേസ് ചെയ്തിട്ട്. ബ്രഹ്മാവ് ടോപ്പിലിരിക്കുകയാണ്. ബ്രഹ്മാവിനെ ബേസ് ചെയ്തിട്ടാണ് കൽപ്പവും മന്വന്തരവും യുഗങ്ങളൊക്കെ ഇങ്ങനെ മാറി വരുന്നത്. നമ്മൾക്ക് ഇതുപോലെ ജനുവരി, ഫെബ്രുവരി, പിന്നെ തിങ്കൾ, ചൊവ്വ, ബുധൻ വരുന്ന പോലെയാണ് അവിടെയും അതുപോലെ ഇങ്ങനെ മാറി വരണല്ലോ. എന്നിട്ട് പ്രളയം നടത്തണം, എന്നിട്ട് പുതിയ സൃഷ്ടി നടത്തണം. ആ ഒരു ബേസിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ബ്രഹ്മാവിന് 50 എന്താ പറയാ പരാർദ്ധ 50 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞ 50 വയസ്സ് കഴിഞ്ഞു. ഇനി 100 വയസ്സാകുമ്പോഴാണ് പ്രാകൃത പ്രളയം സംഭവിക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് കാരണോദശയായ വിഷ്ണുവിന്റെ അണ്ടകടായത്തിലേക്ക് എല്ലാവരും പോവും.
അപ്പൊ പുതിയ സൃഷ്ടി വീണ്ടും പുതിയ ബ്രഹ്മാണ്ടം വരും. അപ്പൊ ബ്രഹ്മാണ്ടത്തിനെ ബേസ് ചെയ്തിട്ട് ഈ കംപ്ലീറ്റ് കവറപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാണ്ടത്തിന്റെ ടോപ്പില് ബ്രഹ്മാവ് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ത്രിലോകങ്ങളിൽ മാത്രമാണ് സൂര്യന്റെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു കറക്റ്റ് സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ള കലണ്ടർ വരുന്നുള്ളൂ. ഇത് 3 ലോകങ്ങള്, ഭൂലോകം, ഭൂവർലോകം, സ്വർഗലോകത്ത് മാത്രമേ സൂര്യന്റെ കിരണങ്ങൾ ഏൽക്കുന്നുള്ളൂ, മറ്റോടത്തില്ല. അവിടെ ടൈം വരുന്നത് പ്രഭു ബ്രഹ്മാവിനെ അത് ബേസ് ആയിട്ടില്ല ചെയ്തിട്ടാണ്. പ്രഭു. അതിനി വരുമ്പം പറയും. ഹരേ അപ്പൊ കൃഷ്ണ. അല്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ അവർക്ക്. അപ്പോഴേ ഒരു ക്വസ്റ്റ്യൻ പ്രഭു. പ്രഭു പറഞ്ഞ 24-ലാണ് വരുന്നതെന്ന് പ്രഭുവിന്റെ റെഫറൻസ് എവിടെ നിന്നാണ് പ്രഭു? ാണ് വരുന്നത്. വേദിക് കോസ്മോളജിയിൽ പ്രഭുവാദരുടെ വേദിക് കോസ്മോളജി ഉണ്ട്, അതില് പറയുന്നുണ്ട് 24-ാമത്തെ 24th വരുന്നത്. 19th പരശുരാമന്റെ വരുന്നത്. അപ്പൊ അതില് കംപ്ലീറ്റ് 28 ചതുരയുഗത്തില് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ അതില് പറയുന്നുണ്ട്. അപ്പൊ 2 പ്രാവശ്യം മത്സ്യാവതാരം വന്നു, 2 പ്രാവശ്യം വരാഹ അവതാരം തോന്നുന്നു വന്നിട്ടുണ്ട്. പിന്നെ വാമന അവതാരം 3 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അത് ഏതാണ് പറഞ്ഞത് പ്രഭു? ഏത് പുസ്തകമാണ് പറഞ്ഞത്? പ്രഭുവാദര വേദിക് കോസ്മോളജി ഉണ്ട്. വേദിക് കോസ്മോളജി എന്നുള്ള ബുക്കാണോ? അത് നമ്മൾ നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ 127 പേജസ് അതിൽ കിട്ടും. അതിൽ കംപ്ലീറ്റ് പറയുന്നുണ്ട് എല്ലാം. അത് ഓക്കെ. അത് ശരി മനസ്സിലായി. അത് ഓക്കെ. ഇതുപോലെ പക്ഷേ വേറൊരു നമ്മുടെ ഇസ്കോണിലെ ഒരു ഡിവോട്ടിയുടെ ഈ വേദിക് കോസ്മോളജി ചെയ്യുന്ന ഒരു ഡിവോട്ടിയാണ് പറഞ്ഞത് ഈ മന്വന്തരത്തിന് 5 മന്വന്തരം മുമ്പാണ് രാമൻ വന്നതെന്നുള്ളത്. അതാണ് ചോദിച്ചത്. അപ്പം അതാണ് പ്രഭുപാദർ ഒരിക്കലും എനിക്ക് റെഫറൻസ് കിട്ടിയിട്ടില്ല, ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. 28 5 23 24 അത് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു 24 പറഞ്ഞു. അപ്പൊ അത് 23 അല്ലെങ്കിൽ 24 ആ ഒരു ഡിഫറൻസിൽ, ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് കറക്റ്റ് തന്നെയല്ലേ പ്രഭു? കറക്റ്റ് അല്ലേ? അപ്പം അല്ല, ഞാൻ മറ്റേ പ്രഭു പറഞ്ഞതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചത്, അത്രേ ഉള്ളൂ. ഓക്കെ പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി ഇപ്പം പ്രഭു എനിക്ക് ഈ പ്രഭു ഇട്ടിട്ടുള്ള ഈ ചാർട്ടുകളുടെ ഒരു പിക്ചർ വാട്സപ്പിൽ ഇട്ടുവോ പ്രഭു? എനിക്ക് കാണാനായിട്ട് ഗ്രൂപ്പിൽ ഒന്നും ഇടുക പ്രഭു. ഇപ്പൊ ഇതില് കംപ്ലീറ്റ് ഈ ചാർട്ടുകൾ ഇട്ടുണ്ടല്ലോ, ഈ ഡിസ്പ്ലേ ഒന്ന് ഇട്ടരും. ഓക്കെ, അതിന്റെ കംപ്ലീറ്റ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, താങ്ക് യു. ഓക്കെ, അപ്പോൾ കൃഷ്ണൻ്റെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇന്ന് സമ്മറൈസിങ് മാത്രമേ നടക്കൂ. ഓക്കെ, കൃഷ്ണൻ്റെ അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പം, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ പല ഫോംസിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. തദേകാത്മരൂപം, ഫസ്റ്റ് സ്വയം രൂപം, പിന്നെ തദേകാത്മരൂപം, പിന്നെ ആവേശരൂപം. ഈ സ്വയം രൂപം എന്ന് പറഞ്ഞാൽ സാക്ഷാത് ശ്രീകൃഷ്ണനാണ്. തദേകാത്മരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ ലീലകൾക്ക് വേണ്ടിയിട്ട് പല ഫോംസ് എടുക്കുന്നത്, സ്വീകരിക്കുന്നത്. ആവേശരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആവേശം, ഭഗവാന്റെ തന്നെ എന്താ പറയുക, ശക്തി കൊടുക്കുന്നത്. പിന്നെ സ്വാംശമുണ്ട്. സ്വാംശം എന്ന് പറയുന്നത് ഭഗവാൻ സ്വയം വരുന്നത്. ഉദാഹരണത്തിന് ചതുർവ്യൂഹങ്ങൾ എല്ലാം ഭഗവാന്റെ സ്വാംശങ്ങളാണ്. ഇനി ഈ പ്രകാശം എന്നൊരു ക്ലാസിഫിക്കേഷനും കൂടെ വരുന്നുണ്ട്. പ്രകാശം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ പല രൂപത്തിൽ പല ഇമോഷണൽ ചേഞ്ചസ് വരുമ്പോഴും അല്ലെങ്കിൽ ഫീച്ചർ ചേഞ്ചസ് വരുമ്പോഴും ഭഗവാൻ തന്നെ വന്നിരിക്കുകയാണ് പല രീതിയിൽ. അതിനെ പ്രകാശം എന്ന് പറയും. ഇപ്പം സ്വയം രൂപത്തിനും ഒരു പ്രകാശമുണ്ട്, അതാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അത് സ്വയം പ്രകാശം എന്ന് പറയുന്നത് അത് ഭഗവാൻ തന്നെ വേറൊരു രൂപത്തിൽ വരുന്നു, അതാണ് ശ്രീ ബൽറാമനായിട്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്വയം രൂപനായിട്ടുള്ള കൃഷ്ണൻ വേറൊരു രീതിയിൽ പ്രകാശ രൂപത്തിൽ വരാം. അതായത് പ്രാഭവ പ്രകാശവും വൈഭവ പ്രകാശമായിട്ട്. പ്രാഭവ പ്രകാശം എന്ന് പറയുന്നത് ഒരേ ഫീച്ചറാണ് രാസലീലയിലായാലും കല്യാണം കഴിക്കുന്ന സമയത്തായാലും ഉള്ളത്. അതേസമയം വൈഭവ പ്രകാശം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയും വ്യത്യാസമുണ്ട്, ഇമോഷണലി വ്യത്യാസമുണ്ട്. അതാണ് ശ്രീ ബൽറാമനായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ബൽറാമൻ തന്നെ സ്വയം പ്രകാശമായിട്ടും വരുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യാം, വൈഭവ പ്രകാശമായിട്ടും ക്ലാസിഫൈ ചെയ്യാം. വാസുദേവ ശ്രീകൃഷ്ണനും അതുപോലെ തന്നെയാണ്, വൈഭവ പ്രകാശമാണ്. ഓക്കെ, ഇനി ഭഗവാന്റെ ഈ സ്വാംശം വിലാസം എന്ന് പറഞ്ഞ് ക്ലാസിഫിക്കേഷൻ ഉള്ളതിൽ
വിലാസം എന്ന് പറയുന്നത് ഭഗവാന്റെ വിലാസ രൂപങ്ങളാണ് നമ്മൾ കണ്ടു. സ്വാംശം ഭഗവാന്റെ തന്നെ അംശാവതാരങ്ങൾ, അംശം തന്നെയാണ്. ഇനി നമുക്ക് ഇതിനെക്കാട്ടിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ രണ്ടാമത്തെ ഇതിലോട്ട് പോകാം. ഇതിലോട്ട് പോകാം. ഓക്കെ. സ്വയം രൂപനായിട്ടുള്ള ശ്രീകൃഷ്ണൻ. സ്വയം രൂപനായിട്ടുള്ള കൃഷ്ണൻ്റെ തദേകാത്മ രൂപത്തിൽ വരുന്ന വിലാസ രൂപത്തിന് ഫസ്റ്റ് എക്സ്പാൻഷൻസ് പറയുന്നത് കൃഷ്ണൻ്റെ ചതുർവ്യൂഹമാണ്. വാസുദേവൻ, സംഘർഷൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഈ ഓർഡറിൽ. അപ്പോൾ ഇത് ഭഗവാന്റെ പ്രാഭവിലാസമായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഈ ചതുർവ്യൂഹത്തിൽ നിന്നും വരുന്നതാണ് രണ്ടാമത്തെ സംഘർഷനിൽ നിന്നും നാരായണൻ വരുന്നു. നാരായണനിൽ നിന്നും വിഷ്ണുവിൻ്റെ രണ്ടാമത്തെ ദ്വിതീയ ചതുർവ്യൂഹം വരുന്നു. അതിലുള്ള വാസുദേവൻ്റെ ഓറിയൻറ്റേഷൻ, ശംഖ്, ചക്ര, ഗദാ, പത്മം, അതിൻ്റെ ഓറിയൻറ്റേഷനുള്ള വ്യത്യാസമായിട്ട് കേശവൻ, നാരായണൻ, മാധവനും ഇവിടെ കാണിച്ചേക്കുന്ന പോലെ സംഘർഷനിൽ നിന്ന് ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ, പ്രദ്യുമ്നനിൽ നിന്നും ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ, അനിരുദ്ധനിൽ നിന്നും ഋഷികേശൻ, പത്മനാഭൻ, ദാമോദരൻ. ഇതാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. ഇതിൽ ഈ 12 പേര്, 3 3 × 4 12. ഈ 12 പേരാണ് നമ്മുടെ വൈഷ്ണവ കലണ്ടറിലുള്ള 12 മാസങ്ങളുടെ അധിഷ്ഠാത ദേവത. അതിൽ 12 മാസങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പൗഷ മാസത്തിൻ്റെ നാരായണനാണ്, മാഘമാസത്തിൻ്റെ മാധവൻ, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഫാൽഗുനത്തിൻ്റെ ഗൗതന്. അങ്ങനെ ഈ ഒരു ടേബിൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ കാണാതെ പഠിച്ചിട്ട് നമ്മൾ പണ്ഡിതനാവുന്നതല്ല ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഭക്തനാവാനാണ് ഇമ്പോർട്ടൻറ്റ്. ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ഭക്തി തുടങ്ങുന്നത്. അപ്പം അതുപോലെ ഇനി സ്വാംശത്തിനെ കുറിച്ച് പറയുമ്പോൾ പുരുഷാവതാരങ്ങൾ 3 ഉണ്ടെന്ന് പറഞ്ഞു. കാരണദശ വിഷ്ണു, ഗർഭോദശ വിഷ്ണു, ക്ഷീരോദശ വിഷ്ണു. ആവേശരൂപം, ആവേശത്തിലെ നമുക്ക് അറിയാം പല ആവേശങ്ങളുള്ളതിൽ ഭക്താവേശം, വിഭൂതി, ഇതാണ് ശക്താവേശം അവതാരങ്ങളിൽ മെയിനായിട്ടുള്ളത്. അവിടെ ഭഗവത് ആവേശം എന്ന് പറയുമ്പം കപില മഹർഷി, ഋഷഭദേവനാണ് മെയിൻ ഭഗവാന്റെ സ്വയം ഒരു പെർസെൻറ്റേജ് ആവേശമായിട്ട് വന്നത്. വിഭൂതി എന്ന് പറയുമ്പം ശേഷനാഗവും അനന്തശേഷനും ബ്രഹ്മദേവൻ, ചതുഷ്ടകുമാരന്മാർ, ഇങ്ങനെ ഉള്ള ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. ലീലാവതാരങ്ങൾ 25 ലീലാവതാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിൽ. ഗുണാവതാരങ്ങൾ 3 ഉണ്ട്, രജോഗുണം, സത്വഗുണം, തമോ ഗുണത്തിൻ്റെ. യുഗാവതാരങ്ങൾ നമുക്കറിയാവുന്ന 4 യുഗങ്ങൾക്ക് വേണ്ടിയിട്ട് 4 യുഗാവതാരങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ നേരത്തെ മാതാജി ചോദിച്ച പോലെ കൃഷ്ണൻ വരുന്നില്ലെങ്കിലും ഈ യുഗാവതാരങ്ങൾ എല്ലാ യുഗങ്ങളിലും അവതരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഭഗവാൻ പറഞ്ഞ യുഗേ എന്ന് പറയുന്നത് അവിടെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അഡീഷൻ ടു ഇതിന് കൂടാതെയാണ് ഭഗവാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ലീലകൾക്ക് വേണ്ടിയിട്ട് ലീലാവതാരങ്ങളായിട്ടും ശക്താവേശാവതാരങ്ങളായിട്ടും മന്വന്തരാവതാരങ്ങളായിട്ടും വരുന്നത്. മന്വന്തരാവതാരങ്ങളാണ് നേരത്തെ പറഞ്ഞ പോലെ 14 മന്വന്തരങ്ങളുണ്ട്. ഇനി നമ്മളിപ്പം വൈവസ്വത മന്വന്തരത്തിലാണ്. ഇനിയും 7 മന്വന്തരങ്ങൾ വരാനുണ്ട്. അപ്പം ഓരോ അവതാരത്തിനും അതിൻ്റെ ഓരോ മന്വന്തരത്തിനും വന്ന അവതാരങ്ങളും ഇനി വരാനുള്ള അവതാരങ്ങളും ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഭഗവാൻ തന്നേക്കുന്ന അറിവായതുകൊണ്ടാണ് ഈ വേദങ്ങൾക്ക് അപൗരുഷേയം എന്ന് പറയുന്നത് തന്നെ. ഓക്കെ. ഇനി ലാസ്റ്റ് ഇത് ഭഗവാന്റെ 24 എക്സ്പാൻഷൻസ്, 4 കയ്യ്, ശംഖ്, ചക്ര, ഗദാ, പത്മം, ഇതിൻ്റെ പെർമിറ്റേഷനായിട്ട് 24 ഫോംസ് എങ്ങനെ ശംഖ് പിടിക്കുന്നു, ചക്രം പിടിക്കുന്നു, അതനുസരിച്ച് കാണിക്കുന്നു. ഓക്കെ. ഇതുവരെയാണ് നമ്മൾ ഒരു സമ്മറൈസ് ചെയ്ത് പറഞ്ഞത്. ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും 2 മിനിറ്റ് കൂടെ ഉള്ളൂ. എന്തെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ചോദ്യം ഉണ്ടോ? ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് സംശയങ്ങൾ പറയാം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ പ്രഭു, ഒരു സംശയം ചോദിച്ചോട്ടെ? പറയൂ. പ്രഭു പറയും, ഞാൻ ഇടയ്ക്ക് വെച്ചേക്കായിരുന്നു, ഇത് പ്രഭു പറഞ്ഞതാണോ അല്ലാത്തതെന്ന് എനിക്ക് അറിയില്ല. ഇതിൽ ഞാൻ പ്രഭു പറയാത്ത ടോപ്പിക്കാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയൂ.
ജ്ഞാനികള് ബ്രഹ്മജ്യോതിയിലാണ് പതിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മജ്യോതിയിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പ്രകാശം എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു പ്ലാനറ്റ് ആണോ അത് ശരിക്ക്? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് ശരീരം വെടിഞ്ഞിട്ട് ആ ആത്മാവ് അതില് ഒരിക്കലും ആത്മാവിന് ലയനം ഇല്ല എന്നല്ലേ പറയുന്നത്? അപ്പൊ അങ്ങനെയാണെച്ചെങ്കിൽ അവിടെ അതൊരു പ്ലാനറ്റ് ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ആ ബ്രഹ്മജ്യോതിയുടെ ആ ഭാഗം. ഓക്കെ, മാതാജി, പ്രഭുജി സോറി, ഇപ്പോൾ കാണുന്നതാണ് സൃഷ്ടി. ഇത് പ്രഭു കണ്ടിട്ടുള്ളതായിരിക്കും, പ്ലാനറ്റോറിയത്തിൽ പല പ്രാവശ്യം കണ്ടിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്നത് ഇവിടം വരെ ആണെന്നറിയാലോ. ഇവിടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഗോലോകം, മധുരധാം, ദ്വാരകധാം, അതെ. അയോധ്യധാം, അത് കഴിഞ്ഞിട്ട് വൈകുണ്ഠധാമം കഴിഞ്ഞിട്ട് സദാശിവൻ്റെ ലോകം, അതുവരെ സ്പിരിച്വൽ വേൾഡാണ്. ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞ പോലെ നദത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക എന്ന് പറഞ്ഞ പോലെ ഇവിടെ വെളിച്ചത്തിന് സൂര്യനും വേണ്ട, ചന്ദ്രനും വേണ്ട, തീയും വേണ്ട, ജുവൽസും വേണ്ട, അങ്ങനെ ഒന്നും വേണ്ട. അവിടെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ സച്ചിദാനന്ദം നിബിഡമായിട്ടുള്ള ശരീരം തന്നെയാണുള്ളത്, സ്പിരിച്വൽ ശരീരമാണുള്ളത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്നും എമിറ്റ് ചെയ്യുന്നുണ്ട് റേസ്, ഭഗവാന്റെ ശരീരത്തിൽ നിന്നും എമിറ്റ് ചെയ്യും. അവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങളുടെ കാരണം അവർക്കും സാരൂപ്യ മോക്ഷം കിട്ടുന്നത് കാരണം അവരുടെ ശരീരത്തിൽ നിന്നും വരുന്നുണ്ട്. ഈ ജ്യോതിയാണ് ആക്ച്വലി ബ്രഹ്മജ്യോതിയായിട്ട് സ്പിരിച്വൽ വേൾഡിന് വെളിയിൽ വരുന്നത്. ഓക്കെ, ഇത് ബ്രഹ്മജ്യോതി ഇവിടെ എഴുതിയേക്കുന്നത് കണ്ടില്ലേ? ഈ ബ്രഹ്മജ്യോതി കൃഷ്ണാസ് എഫൽജൻസ് എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ബൗണ്ടറിയാണ്. കാരണസാഗരത്തിൻ്റെ വിരജ സ്ക്രിപ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, സ്പിരിച്വൽ വേൾഡും മെറ്റീരിയൽ വേൾഡിനെയും സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൗണ്ടറി എന്ന് പറയുന്നത് വിരജ നദിയാണ്. ഈ വിരജ നദി തന്നെയാണ് കാരണ ഓഷ്യൻ എന്ന് പറയുന്നത്. ആ കാരണ ഓഷ്യനിൽ കിടക്കുകയാണ് നമ്മുടെ കാരണദശായി വിഷ്ണു. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ബൗണ്ടറി എന്ന് പറയുന്നത് ആക്ച്വലി ബ്രഹ്മജ്യോതിയാണ്. കാരണം ക്രിയേഷനെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറയുന്നത് ഒരു ആകാശത്തിൽ ഒരു കോർണറിൽ ഒരു കറുത്ത ക്ലൗഡ് വന്നു നിന്നു. 1/4 ക്രിയേഷനിൽ കറുത്ത ക്ലൗഡ് വന്നു. ആ കറുത്ത ക്ലൗഡാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. ബാക്കിയുള്ളിടത്ത് അപ്പം അവിടെ കറുത്ത ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ ബാക്കിയെല്ലാം നല്ല വെളിച്ചമുണ്ടെന്നാണ് അർത്ഥം. ആ വെളിച്ചം അപ്പം വെളിച്ചം ഉള്ളിടത്ത് നിന്ന് നമുക്ക് നോക്കുമ്പം വെളിച്ചമുള്ളതിന് വലിയ പ്രസക്തിയില്ല. പക്ഷെ ഇരുട്ടത്ത് നിന്ന് നോക്കുമ്പോഴല്ലേ വെളിച്ചത്തിന് പ്രസക്തി. അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പം ഇവിടെ എല്ലാം പ്രകാശമാണ് കാണുന്നത്. ഈ പ്രകാശമാണ് ബ്രഹ്മജ്യോതി. ഈ ജ്യോതി എന്ന് പറയുമ്പം നമ്മൾ ഇന്ന് സയൻസിലും പഠിച്ചിട്ടുണ്ട്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി റേസ് ആണ്, അതിന് പാർട്ടിക്കിൾ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ആ പാർട്ടിക്കിൾ ആവാം ഒരു ജീവാത്മാവിന് എപ്പോഴ് ബ്രഹ്മജ്ഞാനം പൂർണ്ണമാവുമ്പോൾ, താൻ ബ്രഹ്മനാണെന്നും താൻ ബ്രഹ്മത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ആണെന്നൊക്കെ ഉള്ള വിശ്വാസത്തിൽ ആ ഒരു തിയറിയിൽ പോകുമ്പം, ബ്രഹ്മജ്ഞാനത്തിൽ പോകുമ്പോഴത്തേക്ക് വേറെ ഒന്നിലും ആസക്തനല്ലാതാകുമ്പം ഇതേ മെൻറ്റാലിറ്റിയിൽ നമ്മൾ ഭൂമിയിൽ പെർഫെക്ഷൻ ചെയ്ത് മേളിലുള്ള മഹർലോകം, ജനലോകം, തപലോകത്തിലൊക്കെ പെർഫെക്ഷൻ സാധിച്ചാൽ സത്യലോകത്തിലും അവിടെ പോയി ഭക്തിനായില്ല എങ്കിൽ ഇവിടെ ബ്രഹ്മജ്യോതിസിൽ വരാം. ബ്രഹ്മജ്യോതിസ് വന്നിട്ട് ഒരു റേയിലെ ഒരു പാർട്ടിക്കിളായിട്ട് നിൽക്കും. അവിടെ പ്രത്യേകിച്ച് ലോകമില്ല. ഇപ്പം റേയുടെ പാർട്ടിക്കിളായിട്ട് നിൽക്കും. അതിന് തന്നെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ട് എത്രത്തോളം നിൽക്കാൻ പറ്റും, ആ ഒരു ആഗ്രഹവും വരാത്തടത്തോളം കാലം. എന്തെങ്കിലും ഒരു ആഗ്രഹം വരികയാണെങ്കിൽ ആ റേയിൽ നിന്ന് അവിടെ നിന്നും താഴെ വീണ്ടും ഭൂമിയിൽ പതിക്കുന്നു. ഓക്കെ രുചി, ക്ലിയർ ആണോ? ഹരേ കൃഷ്ണ, കറക്റ്റ് മനസ്സിലായി. പക്ഷെ ഒരു സംശയം എന്താ വെച്ചാല്, അപ്പൊ ജ്ഞാനികള് അധ്യാത്മിക ലോകത്തേക്ക് എത്തിയല്ലോ, അപ്പൊ നേരെ മറിച്ച് യോഗികള് അപ്പൊ പരമാത്മ രൂപേണ പരമാത്മാവിലല്ല പതിക്കുന്നത്. അപ്പൊ ഫസ്റ്റുള്ള ജ്ഞാനികളല്ലേ ഇവരെക്കാളും മേലെ വരുന്നത്? അപ്പൊ ഇവര് എന്തായാലും ആധ്യാത്മ ജ്യോതിയിൽ എത്തിയല്ലോ. മറ്റൊരു യോഗികള് രണ്ടാം സ്ഥാനക്കാര് പരമാത്മ രൂപേണ ഭഗവാന്റെ ഇതിലേക്ക് സ്ഥാപിക്കല്ലേ ചെയ്തത്. അപ്പോ ഞാൻ പറഞ്ഞത് യോഗികളെക്കാൾ മേലല്ലേ ജ്ഞാനികള്? പക്ഷെ ഭാഗവതത്തില് യോഗികളെയാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. അത് കാരണം ചില യോഗികള് ഉള്ളിൽ തന്നെയല്ലേ പരമാത്മ രൂപേണയല്ലേ പ്രാപിച്ചുള്ളൂ. മറ്റൊരു എന്തായാലും സ്പിരിച്വൽ വേൾഡിന്റെ ബൗണ്ടറിയിൽ എത്തിയില്ലേ എന്നാ ഞാൻ ചോദിച്ചത്. ഓക്കെ, എനിക്കറിയില്ല പ്രഭുജി കറക്റ്റാണ്. ഇപ്പം പ്രഭുജി ഇപ്പം US പോകാൻ പോകണം. ഓക്കെ, US പോകാൻ വേണ്ടിയിട്ട് പ്രഭു വണ്ടി കയറി പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് എന്താ പറയുക
US വിസയും എടുത്തു എന്ന് വെച്ചോ. US വിസയും എടുത്തിട്ട് പോയി. US വിസയും പാസ്പോർട്ടും എല്ലാം ഉണ്ട്. അവിടെ ചെന്നിട്ട് US ഇമിഗ്രേഷൻ സെൻറ്ററിൽ പ്രഭുവിനെ പിടിച്ചു നിർത്തി. ഓക്കെ, US പിടിച്ചു നിർത്തിയിട്ട് ഇപ്പം നമ്മൾ ബോർഡർലെസ് ബൗണ്ടറീസ് എന്നൊക്കെ പറഞ്ഞുള്ള സീരിയൽസ് കാണുന്നതാണ്. പല പ്രഭു എന്തോന്നോ കൊണ്ടുവന്നു, എന്തോ അവിടെ കൊണ്ടുവരാൻ പറ്റാത്ത സാധനം കൊണ്ടുവന്നു, ആഹാര സാധനം. ഓക്കെ, അപ്പോൾ അത് US കസ്റ്റംസ് അവിടെ പിടിച്ചു നിർത്തി പ്രഭുവിനെ തിരിച്ച് ഇന്ത്യയിലോട്ട് അയച്ചു. ഓക്കെ, അപ്പോൾ പ്രഭു അതിന് US കയറി എന്ന് പറഞ്ഞ് പ്രഭു സമാധാനിക്കുമോ? പ്രഭുവിന് ഭയങ്കര വിഷമമായിരിക്കത്തില്ലേ? ഞാൻ അയ്യോ ഇവിടം വരെ എത്തി, പ്ലെയിൻ ലാൻഡ് ചെയ്തു, എയർപോർട്ടിലും കയറി, പക്ഷേ എനിക്ക് US കയറാൻ പറ്റിയില്ലല്ലോ എന്നല്ലേ പറയും. അതായിരിക്കത്തില്ലേ വിഷമം അല്ലേ പ്രഭു ആ സിറ്റുവേഷനിൽ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ആ, അപ്പോൾ നമ്മൾ ബൗണ്ടറിയിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കൺട്രി കയറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെയാണെങ്കിൽ ഇവൻ ആ എയർപോർട്ടിൽ പോലും കയറുന്നില്ല. ആ ബ്രഹ്മജ്യോതിയിലുള്ള സദാശിവൻ്റെ ലോകത്തിന് പോലും നമുക്ക് പ്രവേശനമില്ല. ബ്രഹ്മജ്യോതിയിൽ ഒരു പാർട്ടായിട്ട് നിൽക്കുകയാണ്, ബൗണ്ടറിയിൽ എങ്ങും ഇല്ലാത്തടത്ത് പോലെ ശ്രീശങ്കു സ്വർഗം പോലെ അവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഇതാണ് ജ്ഞാനികൾക്കുള്ളത്. ജ്ഞാനികൾക്കല്ല, ബ്രഹ്മൻ റിയലൈസേഷനുള്ള ആൾക്കാർക്ക്. ജ്ഞാനികൾ എന്ന് പറയാത്തതിന് വേറൊരു കാര്യമുണ്ട്, എല്ലാവർക്കും ഇല്ല. കാരണം പിന്നെ ജ്ഞാനികൾക്കും ഒരു ഭക്തൻ്റെ സാമീപ്യമുണ്ടെങ്കിൽ, ബ്രഹ്മവാദിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ഭക്തൻ്റെ സാമീപ്യം കിട്ടുകയാണെങ്കിൽ വീണ്ടും ഭക്തി യോഗത്തിലോട്ട് കയറാൻ പറ്റും. ഇനി പ്രഭുവിൻ്റെ ക്വസ്റ്റ്യൻ അത് അവിടെ നിൽക്കട്ടെ. പ്രഭുവിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ പരമാത്മാ ഫീച്ചറിനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന യോഗിയെ ഭാഗവതത്തിൽ രണ്ടാമതായിട്ട് വെച്ചു, ജ്ഞാനികളെ താഴെ വെച്ചു എന്ന് പറയുന്നത്. അത് ഭഗവത്ഗീതയിലും അങ്ങനെ തന്നെയാണ്. തേർഡ് ചാപ്റ്ററിൽ യോഗികളെ, അതായത് ബ്രഹ്മൻ റിയലൈസേഷൻ എന്ന ബ്രഹ്മവാദികളെ താഴെയും പരമാത്മ ഉള്ള യോഗികളെ രണ്ടാമത് ആണ് വെച്ചേക്കുന്നത്. അതിന് മേളിലാണ് ഭക്തിയോഗന്മാർ വെക്കുന്നത്. കാരണം പരമാത്മ ഫീച്ചർ എന്ന് പറയുന്നത് ബ്രഹ്മൻ ജ്യോതിസിന്, ബ്രഹ്മൻ ഫീച്ചറിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ ഇവിടം പെർഫെക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇനി നമ്മളിവിടെ താഴോട്ട് വന്നിട്ട് ഈ 14 ലോകങ്ങളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ നമ്മൾ പറയും, ഇത് ഭൂലോകത്തിൽ ഭൂമിയിൽ നിന്നും പെർഫെക്ഷൻ കിട്ടുന്ന ആൾക്കാർക്ക് മഹർലോകം, ജനലോകം, തപോലോകം ഇവിടെ പോയി പെർഫെക്ഷൻ ചെയ്യും. അതായത് ഫസ്റ്റ് ഭൂമിയിൽ നിന്നും മഹർലോകത്തിൽ പോകും, മഹർലോകത്തിൽ നിന്നും ജനലോകത്ത് പോകും, ജനലോകത്തിൽ നിന്നും തപലോകം, തപലോകത്തിലും പെർഫെക്ഷൻ കിട്ടുന്ന ആൾക്കാർക്ക്, അതായത് പെർഫെക്റ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്ന പരമാത്മാവിനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സത്യലോകത്തിൽ എത്തിയിട്ട് ബ്രഹ്മാവ് പഠിപ്പിച്ചു കൊടുക്കും ഭക്തിയോഗം. അതിൽ ഭക്തിയോഗം പെർഫെക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴാണോ ബ്രഹ്മാവ് തിരിച്ച് സ്പിരിച്വൽ വേൾഡിലോട്ട് പോകുന്നത്, അപ്പം ബ്രഹ്മാവിൻ്റെ കൂടെ സ്പിരിച്വൽ വേൾഡിൽ പോകാൻ പറ്റും. അപ്പം ഇവിടെ യോഗികൾ പെർഫെക്ഷനായിട്ട് ലോകത്ത് ഇവിടെ നിന്ന് ഭൗതിക ലോകത്ത് നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ യോഗികളായിട്ട് നിൽക്കുന്ന ആൾക്കാർ കാലക്രമേണ ഇങ്ങനെ കയറി വരുമ്പം ഈ ജനലോകത്തിലും തപലോകത്തിലും ഭക്തന്മാരുമായിട്ട് അസോസിയേഷനുണ്ട്. അത് കഴിഞ്ഞ് സത്യലോകത്തിൽ എത്തുമ്പോൾ ബ്രഹ്മാവിൻ്റെ ട്യൂട്ടലേജിലാണ് ഇതെല്ലാം അവരെ ഭക്തന്മാരാക്കി മാറ്റും. ഭക്തന്മാർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ US വിസ ഉണ്ടെങ്കിലേ അകത്ത് കയറാൻ പറ്റൂ. വേറെ ലഗേജ് കൊണ്ടുവരാൻ പറ്റാത്ത ലഗേജൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ചുവിടുന്ന് പറഞ്ഞ പോലെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് പരമാത്മാ ഫീച്ചർ മാത്രം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. ഭഗവാന്റെ പേഴ്സണൽ ഫീച്ചറിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കേ പ്രവേശനമുള്ളൂ. അതാണ് ഇവിടെ കയറാനുള്ള വിസ. പാസ്പോർട്ട് എന്ന് പറയുന്നത് ഗുരുവാണ്. ഗുരുവും വിസയും ഉണ്ടെങ്കിൽ നമുക്ക്, ഗുരുവും ആ ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ കയറാൻ പറ്റൂ. വേറെ എന്തെല്ലാം തലകുത്തി നിന്നാലും ഭക്തിയും ഗുരുവിൻ്റെ ആശ്രയവും ഇല്ലാതെ ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ അതിന് സ്റ്റെപ്പ്. പടിക്ക് പുറത്ത് തന്നെ ബ്രഹ്മജ്യോതിസിൽ നിൽക്കാം. ബ്രഹ്മജ്യോതിസിൽ നിന്നും നിൽക്കാം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നേരമാണ്. ഈ എറ്റേണിറ്റിയിൽ നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര സമയമായിരിക്കാം, പക്ഷേ എറ്റേണിറ്റിയിൽ സംബന്ധിച്ച് അതൊരു മില്ലി സെക്കൻഡേ നമ്മളവിടെ നിൽക്കൂ. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും ഭൗതിക ലോകത്ത് ഭൂമിയിൽ തന്നെ പതിക്കും. ഭൂമി പതിച്ചു കഴിഞ്ഞാൽ അത് ഭൂമണ്ഡലത്തിലായിരിക്കും പതിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഭൂമി വരും. ഭൂമി വരുമ്പം ഒരു ഗ്യാരണ്ടിയും ഇല്ല നമ്മൾ അടുത്ത ജന്മത്ത് പിന്നെയും നമ്മൾ ജ്ഞാനിയായിട്ട് ജനിക്കുന്നു. ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ആ ഒരു പാത്തിനെ ഭയങ്കര ഡേഞ്ചർ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഹരേ കൃഷ്ണ.
ക്ലിയർ. ആ ചാർട്ട് ഒന്ന് വാട്സപ്പിൽ ഇടണം കേട്ടോ പ്രഭു, ഈ ചാർട്ടുകൾ മൊത്തം. ഓക്കെ, ശരി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. പ്രഭുജി, എനിക്ക് ഒരു സംശയം കൂടെ ഉണ്ട്. ഈ നാരദന്റെ പ്രീവിയസ് ലൈഫില് പറയുന്നുണ്ട്, മരിച്ചപ്പോഴ് ഇടിമിന്നല് വെട്ടുന്ന പോലെ ഹി ഗോട്ട് എന്താ സ്പിരിച്വൽ ബോഡിന്ന്. പക്ഷേ പറയുന്നു ബ്രഹ്മാവിന്റെ ഇത് കഴിയുമ്പോൾ പ്രളയം വരുമ്പോൾ ആണ് മഹാവിഷ്ണുവിന്റെ ബോഡിയിൽ പോകുന്നതെന്ന്. അപ്പൊ അതിന്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് അറിയേണ്ട കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് മരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ജന്മം, അടുത്ത യുഗത്തിൽ നാരദനായിട്ട് ഞാൻ വന്നു എന്ന്. കാരണം അതിന് മുമ്പുള്ള യുഗത്തിൽ ആദ്യമേ നാരദനായിട്ടിരുന്നയാളാണ്. നാരദനിൽ നിന്നും ശപിച്ചാണ് പിന്നെ ഉപബർഹനും ഗന്ധർവനാവുന്നതും. പിന്നെ അതിനുശേഷമാണ് പിന്നെ ശാപം കിട്ടിയിട്ടാണ് ശൂദ്രനായിട്ട് ഭരിക്കുന്നതും. ശൂദ്രനായതിന് ശേഷം അടുത്ത കൽപ്പത്തിൽ, അടുത്ത ദിവസത്തിൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ നാരദനായിട്ട് വന്നു എന്നാണ് പറയുന്നത്. ഇതിനിടയിലുള്ളതിൽ ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നില്ല. ഇപ്പം നമ്മൾക്ക് ഇരുന്ന് നമുക്ക് കണ്ടംപ്ലേറ്റ് ചെയ്യാം. പക്ഷേ മാതാജിയുടെ ക്വസ്റ്റ്യൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് നിന്നും പിന്നെ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് മാതാജി പറഞ്ഞ പോലെ തന്നെ പ്രളയത്തിൽ ഈ ജീവാത്മാക്കളെല്ലാം മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിനകത്ത് സുഷുപ്തിയിലായിരിക്കും എന്നും പറയുന്നുണ്ട്. അതായത് സുഷുപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ജീവാത്മാവ് ആക്റ്റീവായുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മ ജ്യോതിസിൽ പോയി ഇനാക്റ്റീവായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ബ്രഹ്മ ജ്യോതിസ് നിൽക്കാന്ന് പറഞ്ഞ പോലെ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ജീവാത്മാവ് എപ്പോഴും ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ താഴെ വീഴുകയും ചെയ്യും. ഇതേപോലെ ഈവൻ നാരായണൻ്റെ ഈ കാരണദശ വിഷ്ണുവിൻ്റെ ശരീരത്തിനകത്ത് കയറി നിൽക്കുമ്പോൾ പോലും ജീവാത്മാക്കൾ ഇനാക്റ്റീവ് അല്ല. അതുകൊണ്ട് ഭഗവാൻ അവരെ സുഷുപ്തിയിലിരുത്തി, സാധാരണ ദീർഘ സ്വപ്നം കാണത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഭഗവാന് അവിടെ സ്വപ്നം കാണിച്ച് നമ്മളെ ജീവാത്മാക്കളെ ഒരു സ്വപ്നത്തിൽ തന്നെ ഇരുത്തി നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതായിട്ട് തോന്നും. പിന്നെ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് മനസ്സിലാക്കാത്ത രീതിയിൽ ഒരു പ്രഭു പറഞ്ഞത് നല്ലതായിരുന്നു എക്സാമ്പിൾ. കാരണം നമ്മളെല്ലാം ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ, വീട്ടുകാരുമായിട്ട് നമ്മളിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിമിഷമാണ് പ്രളയം സംഭവിക്കുന്നതെങ്കിൽ ഭഗവാൻ ഒരു തുണി മടക്കുന്ന പോലെ ഈ സൃഷ്ടിയെല്ലാം മടക്കി അങ്ങ് എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത പ്രളയം നമുക്ക് വരുമ്പോഴത്തേക്ക്, നമ്മുടെ ജീവിതത്തിൽ ടേൺ വരുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ആ ആഹാരം കഴിക്കുന്നിടത്ത് നിന്ന് തന്നെ തുടങ്ങുന്നതായിട്ട്. അപ്പം നമ്മൾ ജീവാത്മാവിനെ സംബന്ധിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കോ ഇത് ഞങ്ങൾ കുറേ നാളായിട്ട് ഇവിടെ നിന്ന് ആഹാരം കഴിക്കുകയാണെന്നുള്ളൊരു, അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഇവിടെ ജീവിക്കുന്നു, ദിവസേന ആഹാരം കഴിക്കുന്ന കൂട്ടത്തിൽ ആഹാരം കഴിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ്. അതിന് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഭാഗവതത്തിൽ കൃഷ്ണൻ അസുരൻ്റെ പേര് പറഞ്ഞേ, 14 പ്രാവശ്യം ആക്രമിച്ച അസുരൻ ഉണ്ടല്ലോ കൃഷ്ണനെ, അവിടെ നിന്ന് ഓടിപ്പോയില്ല, രണ്ടോടായിട്ട് ഓടിപ്പോയി ദ്വാപരയിൽ സ്ഥാപിക്കുമ്പോൾ അത് ജരാസന്ധനെ ഭയന്ന് ഓടിപ്പോകുമ്പോൾ അവിടെ മധുരയിലുള്ള അതിന് മുമ്പത്തെ രാത്രി വിശ്വകർമ്മനെ വിളിച്ചിട്ട് ദ്വാരക റെഡിയാക്കി മധുരയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒരു ദിവസം അവർ അടുത്ത ദിവസം എഴുന്നേൽക്കുന്നത് അതുവരെ അവർ ഡൽഹിക്ക് അടുത്തുള്ള മധുരയിൽ നിന്ന് ഹിന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവർ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. പക്ഷേ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഹാഫ് ഡേയും അങ്ങനെയുള്ള കിച്ചടിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിക്കുന്നത്. ഗുജറാത്തിയാണ് സംസാരിക്കുന്നത് അവർ. പക്ഷേ അവരുടെ വിചാരം എന്താണ്? വർഷങ്ങളായിട്ട് അവരവിടെയാണ്, അവരവരുടെ ആഹാരം കഴിക്കുന്നത്. അവർ ഒരു വ്യത്യാസം അവർക്ക് തോന്നുന്നില്ല. ഇതാണ് മായയുടെ പ്രവൃത്തി. ഇത് തന്നെയാണ് ജീവജാലങ്ങൾക്ക് മഹാവിഷ്ണുവിനകത്ത് നിന്നും വരുമ്പോഴും തോന്നുന്നത്. അപ്പം അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇതൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് നിരക്കാവുന്ന കാര്യങ്ങളല്ല ആക്ച്വലി. ആയിരുന്നെങ്കിൽ അത് കൃഷ്ണൻ പറഞ്ഞേനെ. നമുക്ക് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി ബാക്കിയുള്ളത് ഭഗവാൻ വിടുക. ഓക്കെ മതി. ഹരേ കൃഷ്ണ. ഒരു സംശയം, ഇതിപ്പോ പ്രാകൃതിക പ്രളയത്തിലല്ലേ മഹാവിഷ്ണുവിൽ പോയി ലയിക്കുന്നത്? അതല്ലാതെ നിത്യ നൈമിത്തിക പ്രളയം വരുമ്പോൾ അത് ഗർഭോദശയായ വിഷ്ണുവിലാണോ? ഗർഭോദശ വിഷ്ണു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. हरे कृष्णा प्रभु, धन्यवाद प्रणाम।
ഹരേ ഹലോ കൃഷ്ണ നമസ്കാരം. ഹരേ കൃഷ്ണ. പേര് പോലെ തന്നെ ഇങ്ങ് സ്വയം സമ്പൂർണ്ണനാണ് പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. പ്രണാമം. പ്രണാം പ്രഭുജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. എന്താ മന്ത്രി? ഗംഭീരമായ മറുപടി പറയുന്നില്ലേന്ന്. അതൊന്നും പറയുന്നില്ലേ? കാരണം നല്ല ക്ലാസ് പ്രഭു. എന്ത് ഭാഗ്യം ചെയ്തു പ്രഭു നമ്മളെല്ലാം ഇതൊക്കെ കേൾക്കാൻ. എന്ത് ഭാഗ്യം ചെയ്തു പ്രഭു, കാലവാരി അടിക്കാതെ പ്രഭു. നല്ല ക്ലാസ് പ്രഭു. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് തരാം.